ഏതാണ്ട് 6 മാസത്തിന്റെ മേലെയായി നമ്മളിങ്ങനെ വൈകുന്നേരങ്ങളിൽ ഒത്തുകൂടുകയും പ്രധാനപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. മെയ് 6-നായിരുന്നു തുടങ്ങിയത്. മിക്ക ദിവസങ്ങളും വിട്ടുപോകാതെ നിങ്ങളെല്ലാവരും ഈ ക്ലാസ് ശ്രവിച്ചിരുന്നു എന്നുള്ളത് നിങ്ങളുടെ ഒരു ഉത്തരവാദിത്ത ബോധത്തെ സൂചിപ്പിക്കുന്നതാണ്. ഒരു സംശയമില്ല. ഒരുപാട് തിരക്കിനിടയിൽ ഈ 7 മാസവും ആഴ്ചയിൽ 4 അല്ലെങ്കിൽ 5 ദിവസം വരെയും നിങ്ങളിത് ഇരുന്നു എന്ന് പറയുന്നത് തീർച്ചയായും നിങ്ങളുടെ ജോലി എങ്ങനെ മെച്ചപ്പെടുത്താം എന്നുള്ളതിൻ്റെ ഒരു ഗവേഷണമായിരുന്നു. അതെന്തുമാത്രം എന്തുമാത്രം ആ ലക്ഷ്യം സാക്ഷാത്കരിച്ചു എന്നുള്ളത് നിങ്ങളാണ് പറയേണ്ടത്. ഇന്ന് നമ്മൾ ഇതിൻ്റെ ഒരു സാധാരണ ഏതൊരു പരിപാടിൻ്റെയും ഒരു ബൈൻഡപ്പ് അതാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ ഒക്കെ ഒരു എന്താ പറയുക, പലരുടെയും ഒരു കമന്റ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി നമ്മളിങ്ങനെ ഒരു ഒട്ടും അവസാനിപ്പിച്ച് ഇങ്ങനെ ഇതൊരു അവസാനിപ്പിക്കുമ്പോൾ അതിൻ്റെ ഒരു പൂർണ്ണത വരണമെങ്കിൽ നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ അതാത് സന്ദർഭങ്ങളിൽ ആവശ്യം വരുമ്പോൾ റിവൈസ് ചെയ്യേണ്ടതുണ്ട് എന്ന് ഒരു തോന്നലിൽ നിന്നാണ് ഞാൻ നേരത്തെ ഗ്രൂപ്പിൽ അത് പോസ്റ്റ് ചെയ്തത്. എല്ലാ ഞായറാഴ്ചയും നമ്മൾ ഇന്ന് നിശ്ചയിക്കുന്ന ഒരു സമയം മുതൽ ഒരു നിശ്ചിത സമയത്ത് എല്ലാ ഞായറാഴ്ചയും, അധികം സമയമൊന്നും വേണ്ട, 1 മണിക്കൂർ അല്ലെങ്കിൽ മാക്സിമം 1.5 മണിക്കൂർ നമ്മൾ ഒന്ന് ഒത്തുകൂടുകയും ഇതുവരെയും നമ്മൾ ചർച്ച ചെയ്യപ്പെടാത്ത ഏതെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ആ വിഷയങ്ങൾ, അതുപോലെ അതാത് ആഴ്ചകളിൽ ഇറങ്ങുന്ന ഗവൺമെന്റ് ഉത്തരവുകളെ കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യണം, ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം. അതുപോലെ പ്രസക്തമായ മറ്റു കാര്യങ്ങൾ. ഇതുവരെ 4 ട്രെയിനിങ് ബാച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ആ 4 ട്രെയിനിങ് ബാച്ചിലെയും എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചർച്ചയും അതുപോലെ തന്നെ ക്ലാസ്സുമാണ് തുടർന്ന് അങ്ങോട്ട് ഉദ്ദേശിക്കുന്നത്. നാളെയല്ല, അടുത്ത ഞായറാഴ്ച മുതൽ അത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. നമുക്ക് ജനുവരിയിലെ സൺഡേകളിൽ നമുക്കൊരു പരീക്ഷണാർത്ഥം നടത്തി നോക്കാം. അതിനുശേഷം നമുക്കൊന്ന് റിവ്യൂ ചെയ്തിട്ട് ഏത് സമയം വേണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്കൊരു വ്യക്തത വരുത്താവുന്നതാണ്. എന്തായാലും ഒരു ഔപചാരികതയുടെ പേരിൽ നമ്മളിത് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാ ദിവസവും കേട്ടിരുന്ന ശബ്ദങ്ങളൊക്കെ ഇനി ആഴ്ചയിൽ ഒരു ദിവസമേ കേൾക്കൂ. അതിലൊരു സങ്കടമുണ്ട്. എന്തായാലും ഈ ക്ലാസ്സിനെ നിങ്ങളൊന്ന് ആത്മാർത്ഥമായി വിലയിരുത്തുകയും, ഏതായാലും മേന്മകൾ നിങ്ങൾക്ക് പറയാനുണ്ടാവും, എനിക്ക് സംശയമൊന്നുമില്ല. ഇനി എത്ര മേന്മയില്ലെങ്കിലും ഒരു ടീച്ചറുടെ ക്ലാസ്സിനെ കുറിച്ച് ആരും മോശം പറയാറില്ല. പക്ഷെ എനിക്ക് വേണ്ടത് നിങ്ങളുടെ ഈ 7 മാസത്തെ അനുഭവത്തിൽ നിന്ന് ഇതെങ്ങനെ മെച്ചപ്പെടുത്താം എന്നുള്ള നിർദ്ദേശം നിർബന്ധമായും ഓരോരുത്തരും സംസാരിക്കുമ്പോൾ ഉൾപ്പെടുത്തണം. പിന്നെ ഇത് എങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിരുന്നു അതും കൂടെ ഒന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. എന്തായാലും വളരെ ക്ഷമയോടുകൂടി എന്നെ ഇത്രയും കാലം ശ്രവിച്ച എല്ലാവർക്കും നന്ദി പറയുകയാണ്. എപ്പോഴെങ്കിലും ആരെങ്കിലും ഒരു വർത്തമാനത്തിൽ ചിലപ്പം ചോദിച്ച ഒരു ചോദ്യത്തിനൊക്കെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്കൊരു ഫീൽ ചെയ്യുന്ന രീതിയിൽ എങ്ങാനും മറുപടി പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് സദ്യം ക്ഷമിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. തുടർന്നും നിങ്ങളുടെ ഒക്കെ സഹായവും സഹകരണവും ഒക്കെ ഉണ്ടാവണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരെയും ഈ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പൊ ഇതൊരു കണ്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഒക്കെ ഒരുപക്ഷെ ഒരു ഗുരുദാതയായി പ്രവർത്തിച്ച സതി ടീച്ചറ്
ഇതിൻ്റെ ഒരു അധ്യക്ഷ പദം ഏൽക്കാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദിയും നിങ്ങളുടെ സഹകരണത്തിന് ഉള്ള എൻ്റെ ഒരു സന്തോഷവും ഒക്കെ അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എല്ലാവർക്കും നമസ്കാരം. വളരെ എന്താ പറയേണ്ടത്, സാറിന്റെ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് വിഷമം അപ്പൊ തോന്നുന്നത്. ഈ ഒരു ക്ലാസ് എന്താ പറയാ, ഒരു മരുന്ന് കുടിക്കുന്ന രീതിയിലായിരുന്നു. ഞങ്ങൾക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഞാനൊക്കെ ഏതാണ്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു 1.5 വർഷത്തോളമായി തോന്നുന്നില്ല. ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് മുതൽ ഇതുവരെ ഞാനൊക്കെ ഇതില് മിക്കവാറും ക്ലാസ്സുകൾ നഷ്ടപ്പെടുത്താതെ ഈ ഒരു ക്ലാസ്സിൽ എത്തിയ ആളാണ്. അപ്പൊ അത് തന്നെയുമല്ല, ആരോ എന്തോ മെസ്സേജ് ഇടുന്നത് അത്രേ കണ്ടുള്ളൂ. ഏതായാലും ജാഗ്രതാ സമിതിയൊക്കെയായി ബന്ധപ്പെട്ട് സാറ് പറഞ്ഞത് കൊണ്ട് ഒരു ചെറിയ ക്ലാസ്സുകളൊക്കെ അതിന്റെ ഇടയിൽ ഞാൻ നൽകുകയും ചെയ്തിരുന്നു. അപ്പോ എന്താ പറയേണ്ടതെന്ന് അറിയില്ല, എങ്കിലും ഒരുപാട് നല്ല ക്ലാസ് ആയിരുന്നു. ഒന്നും അറിയാത്ത ഞങ്ങളെ ഇത്രയും വിഷയങ്ങളൊക്കെ പഠിപ്പിക്കുകയും അതേപോലെ ആ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് ഒക്കെ ആദ്യത്തെ അതിൽ തന്നെ ഒരു തരത്തിലും എന്താണെന്ന് പോലും, ഞാൻ ശരിക്കും ഈ ക്ലാസ്സിൽ എത്തിയത് ഞങ്ങളുടെ AEO സാറ് നിർബന്ധമായിട്ടും എന്നെ ഈ ഗ്രൂപ്പിലേക്ക് ചേർത്ത് തന്നതാണ്. കൊടുവള്ളി ആണ്, കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളിയാണ് ഞാൻ. കൊടുവള്ളി സബ് ജില്ലയിലെ വിദ്യാലയത്തിലാണ്. ഏതാണ്ട് 50ഓളം അധ്യാപകരും 1500ന്റെ അടുത്ത് കുട്ടികളുമുള്ള ഒരു സ്ഥാപനമാണ്. അപ്പൊ മിക്കവാറും അടുത്ത വർഷം ചാർജ് എടുക്കേണ്ടി വരും എന്നാണ് തോന്നുന്നത്. അപ്പൊ അതിനൊക്കെ ഉള്ള ഒരു ധൈര്യം ശരിക്കും പറയുകയാണെങ്കിൽ കിട്ടിയത് സാറിന്റെ ഈ ഒരു ക്ലാസ്സിലൂടെയാണ്. അപ്പൊ അതിലുപരിയായിട്ട് ഒരുപാട് ആളുകളെ, കേരളത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള ഒരുപാട് സുഹൃത്തുക്കളെ കാണാൻ പറ്റി. പിന്നെ ഞങ്ങള് വളരെ നല്ല ആ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് കാലത്ത് ഒരുപാട് നല്ല ചർച്ചകൾ ഞങ്ങൾ സംഘടിപ്പിക്കാറുണ്ടായിരുന്നു. ഇതിൽ കുറെ ആളുകൾ പിന്നീടാണ്. അതുപോലെ ഒരുപാട് ആളുകൾക്ക് സാറിന്റെ ക്ലാസ് കിട്ടുവാൻ വേണ്ടി HM ടെസ്റ്റിന്റെയും അതേപോലെ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റിന്റെയും ലിങ്കുകൾ നിരന്തരം അയച്ചു കൊടുക്കുകയും അതിലൂടെ അവർക്ക് ഇത്രയും നല്ല നമ്മളൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ വളരെ നല്ലൊരു ക്ലാസ് കിട്ടുന്ന ഒരു ഗുരുവിന്റെ അടുത്താണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. അത് ആർക്കും സധൈര്യം പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഒരു രീതിയായിരുന്നു. ഇനിയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ വിട്ടുപോയത്, അതായത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഫോം, അതേപോലെ നമ്മളുടെ ലീവ് സറണ്ടർ നമുക്ക് എങ്ങനെ ഇതിലേക്ക് എഴുതാം, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. പിന്നീട് ഞങ്ങളെ കുറെ ദിവസം സാറ് സഭാമാഷയൊക്കെ കൂട്ടത്തിൽ നമുക്ക് നല്ല രീതിയിൽ എന്താ പറയേണ്ടത്, കമ്പ്യൂട്ടറിലൊക്കെ ഒരു നല്ല രീതിയിൽ എത്തിക്കാൻ വേണ്ടി ഉള്ള നല്ല ക്ലാസ്സുകൾ കിട്ടി. പക്ഷെ എത്രത്തോളം സാറിന്റെ ക്ലാസ് ഒരുപാട് നല്ലതായിരുന്നു. എങ്കിൽ പോലും സാറിന്റെ ഒരു ശബ്ദം കേട്ട് ആ ഒരു ക്ലാസ് കേൾക്കുമ്പോഴാണ് ഞങ്ങൾക്ക് കുറെ കൂടി ഇഫക്റ്റീവ് ആയത്. ഇതിൽ കൂടുതലായിട്ട് എനിക്കൊരു സജഷൻ പറയാനുള്ളത്, നമ്മൾ എന്തെങ്കിലുമൊക്കെ ഫോട്ടോ കോപ്പി ഒക്കെ എടുത്തു വെക്കേണ്ട, കുറെ സാർ ഗ്രൂപ്പിൽ ഇട്ടിരുന്നു. അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചിലർക്കൊക്കെ വിട്ടുപോയിട്ടുണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ ഞങ്ങൾക്ക് അയച്ചു തന്നാൽ നന്നായിരുന്നു. അതേപോലെ റെക്കോർഡഡ് ക്ലാസ്സുകൾ, കാരണം ഞങ്ങളൊന്നും HMs ആയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സാറിന്റെ ഈ ക്ലാസ്സുകൾ ഇനി എന്താണ് മെച്ചം വരുത്തേണ്ടതെന്ന് എനിക്കൊന്നും പറയാനില്ല. ഒരുപാട് കാര്യങ്ങൾ സാറ് പറഞ്ഞു തരുന്നുണ്ട്. ഏതായാലും ഇനി ഒരുപാട് ആളുകൾക്ക് പറയാണ്ട് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ നമ്മളൊരു ജില്ലയാണ്, അതുകൊണ്ട് ഇനിയും നമ്മൾ മാനാഞ്ചിറ വെച്ച് കാണാൻ കഴിഞ്ഞു. ഇനിയും കാണാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും സാറിന് വേണ്ടി ഒരു 4 വരി പെട്ടെന്ന് എന്റെ മനസ്സിൽ തോന്നിയത് കുറിച്ചതാണ്. ഒരു 4 വരി കവിത ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടാവും, ഉണ്ടെങ്കിൽ എല്ലാവരും എനിക്ക് ചൊല്ലാനൊന്നും അറിയില്ല. ഞാനൊരു 4 വരി കുറിച്ച് വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് ഇപ്പൊ കുളിച്ച് വന്നിട്ട് വെറുതെ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചതേ ഉള്ളൂ. എങ്കിലും ഞാനതൊന്ന് ചൊല്ലാം. സാറേ പറഞ്ഞോട്ടെ? തീർച്ചയായും ടീച്ചറെ. ഓക്കെ, ഗുരുദക്ഷിണ എന്നാണ് അതിന് പേര് കൊടുത്തിരിക്കുന്നത്. മനസ്സിന്റെ കോണിൽ മറക്കാത്തൊരോർമ്മയായി യൂസഫ് സാറും ഓൺലൈൻ ക്ലാസും നിറഞ്ഞു നിൽപ്പൂ. മാനാഞ്ചിറയിലെ കൂടിക്കാഴ്ച ആനന്ദദായകമായിരുന്നു. എന്തൊരു സുന്ദരമായിരുന്നു. സായാഹ്ന ക്ലാസുകൾ വിജ്ഞാനദായകമായിരുന്നു. ഒന്നും അറിയാത്ത നമ്മളെയെല്ലാം 9 വിഷയം കലക്കി കുടിപ്പിച്ചു. ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് എന്ന കടമ്പ കടത്തിയില്ലേ. ചർച്ചാ ക്ലാസുകൾ കേമം തന്നെ, ഊണിൽ ഉറക്കില്ല ഒന്നുമില്ല. തീവ്രയത്നത്തിൽ ഗുരുവും ശിഷ്യരും ഒത്തുചേർന്നു. പിന്നെയും നമ്മുടെ നൗകകൾ ചാഞ്ചാടി ആശങ്കയായി നിലനിന്നപ്പോൾ
ധൈര്യത്തിൻ പങ്കായം നൽകിയിടുവാൻ പരിശീലന ക്ലാസുമായെത്തി ഗുരുവരൻ. 1-ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളായി നമ്രശിരസ്കരായി നിന്നു നമ്മൾ. ഗുരുവിന്റെ പാഠവം കേമം തന്നെ. പ്രശ്ന പരിഹാരമില്ലാത്ത കാര്യങ്ങൾ ഗുരുവിൻ നിഘണ്ടുവിലില്ലതാനും. അറിവിന്റെ വിജ്ഞാന ദീപം തെളിയിച്ച ഗുരുശ്രേഷ്ഠനെ നമിക്കുന്നു നമ്മൾ. ഇനിയുമേറെ കാലമറിവിന്നഗ്നി പകർന്നിടുവാൻ ജഗദീശൻ കാരുണ്യമേകിരട്ടെ. ആയുസ്സും ആരോഗ്യവും സുഖവും നൽകി ജീവിതം ധന്യമായി തീർന്നിടട്ടെ. പ്രാർത്ഥനാനിരതരായി ഞങ്ങൾ അർപ്പിക്കുന്നു സ്നേഹകുംഭത്തിൽ നിറച്ച ഗുരുദക്ഷിണകൾ. ഇത് വളരെ പെട്ടെന്ന് ചെയ്തൊരു കാര്യമാണ്, സമയമൊന്നും കിട്ടിയിട്ടില്ല. ഈ ഒരു 2 വരി, കാരണം ഞാൻ അത്യാവശ്യം എഴുതാറുണ്ട്, സ്റ്റേറ്റിലൊക്കെ ഒരുപാട് കാര്യങ്ങളിൽ പങ്കെടുത്തതാണ്. അപ്പോൾ അതിൽ കിട്ടിയപ്പോൾ ഒരു വല്ലാത്തൊരു അനുഭൂതിയാണ് തോന്നിയത്. ഏതായാലും ഇനിയും ഒരുപാട് ആളുകൾക്ക് പറയാനുണ്ട്. ഇനിയും ഞങ്ങളുടെ സംശയങ്ങൾ തീർക്കാനും ഒരുപാട് ക്ലാസ്സുകൾ ഇതുപോലെ നൽകാനും സാറിന് കഴിയട്ടെ. ഞങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹവും സാറിന്റെ ഭാഗത്തുണ്ടാവണം. അതോടൊപ്പം ഈ ചർച്ചയിലേക്ക് ഓരോരുത്തരെയായി ക്ഷണിക്കുന്നു. നന്ദി, നമസ്കാരം. അപ്പോൾ ഞാൻ ആദ്യമായി HMന്റെ ഇതിലേക്ക് വരുന്നതിന് മുമ്പേ സാറിൻ്റെ ഈ ക്ലാസ് ആയിരുന്നു, അതിലൂടെയാണ് ഞാൻ ഇതിലേക്ക് കയറുന്നത്. സാറിൻ്റെ ക്ലാസ് ആയിരുന്നു എനിക്ക് ആദ്യമായി കിട്ടിയ ബാലപാഠങ്ങൾ മുഴുവൻ, എല്ലാ അനുഭവങ്ങളും. എനിക്കൊന്നും അറിയില്ലായിരുന്നു. സാറിൻ്റെ ഈ ഒരു ക്ലാസ് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ HM ആയി. ഏപ്രിൽ 1 ചാർജ് എടുത്തു. ഈ മാർച്ച് 31 ഞാൻ പെൻഷനാവാൻ പോവുകയാണ്. അപ്പോൾ സാറിനെ ഇടക്കിടക്ക് വിളിക്കാറുണ്ട്. ആ ഒരു ക്ലാസ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഞാൻ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്തതാണ്. നമുക്ക് അതിനുള്ള അനുമതി ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ മാഷ്കാർ സാറിനെ ഇൻഡിവിജ്വലായി വിളിക്കാറുണ്ട്. ഇത്തരം ഒരു ക്ലാസ് കിട്ടിയത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഈ ഒരു HMന്റെ സ്ഥാനം ഇത്ര ഇതായി ചെയ്യാൻ പറ്റിയത്. ധാരാളം സംശയങ്ങൾ ഇതിലൂടെ എനിക്ക് മാറിക്കിട്ടിയിട്ടുണ്ട്. ഒട്ടനവധി സഹായമാണ് ഈ ക്ലാസ് കൊണ്ട് എനിക്ക് കിട്ടിയത്. സാറിന് എല്ലാവിധ ഐശ്വര്യങ്ങളും നന്ദി അറിയിക്കുകയാണ്. എനിക്ക് ഈ ക്ലാസ് ഞാൻ HM ആയത് 2020 മെയ്യിലാണ്. പക്ഷെ കാര്യമായിട്ട് അറിവൊന്നുമില്ല. ഡിപ്പാർട്ട്മെന്റൽ ടെസ്റ്റ് ഒക്കെ പാസ്സായി, കുഴപ്പമൊന്നും ഉണ്ടായില്ല. പക്ഷെ അതിൽ പഠിച്ച കാര്യങ്ങളൊന്നും അല്ല. നമ്മൾ ഓഫീസിൽ വരുമ്പം പ്രാവർത്തികമാക്കാൻ ചെല്ലുമ്പോൾ ഒരുപാട് പ്രതിസന്ധികളാണ്. പിന്നെ പഠിച്ച കാര്യങ്ങളൊന്നും അത്ര നന്നായിട്ടില്ല. പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചു, അത്രേ ഉണ്ടായുള്ളൂ. എന്റെ ക്ലർക്കിന് എന്നെ ഒരു പുച്ഛായിരുന്നു, കളിയാക്കലായിരുന്നു. അങ്ങേരുടെ വിചാരം അങ്ങേര് സർവ്വവും തികഞ്ഞ ആളാണെന്നുള്ള രീതിയിൽ എനിക്കൊരു വിവരമില്ല എന്നുള്ളൊരു പരിഹാസം. ഞാനും അത് അക്സെപ്റ്റ് ചെയ്തേക്കായിരുന്നു. എനിക്കും അറിയില്ല, അവിടെ താണു കേണ് തൊഴുതു നിന്ന ഒരാളാണ്. പക്ഷെ സാറിന്റെ ക്ലാസ് കഴിഞ്ഞപ്പം ഞാൻ കൃത്യമായിട്ട് ഹോംവർക്ക് ഒന്നും ചെയ്യുന്ന ആളൊന്നുമല്ല. എന്നാലും ക്ലാസ് കേട്ടതിന്റെ ഓർമ്മ നോട്ട് എഴുതും കൃത്യമായിട്ട്. 1-2 ക്ലാസ് അല്ലാത്ത എല്ലാ ക്ലാസ്സും ഞാൻ കയറിയ ആളാണ്. അതിൽ നിന്ന് ഞാൻ കുറെ കാര്യങ്ങൾ പഠിച്ചത്, എനിക്ക് അത് പ്രയോഗിക്കാൻ കിട്ടുന്ന ഓരോ അവസരത്തിലും ഞാൻ ഓരോ നിയമങ്ങളും കാര്യങ്ങളും അറിവുകളും അവിടെ ക്ലർക്കിന്റെ മുമ്പിൽ പ്രസന്റ് ചെയ്യും. അപ്പൊ അയാൾ ഇപ്പൊ ടീച്ചർ പറയൂ, ടീച്ചറിന് അറിയാലോ എന്ന് പറഞ്ഞു തുടങ്ങി. അപ്പൊ എന്താണെങ്കിലും എനിക്ക് കുറച്ചേ അറിയാവുള്ളൂ, എങ്കിലും അയാളുടെ വിചാരം ഞാൻ ഇതിലും കൂടുതൽ എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ടെന്നുള്ള ഒരു ധാരണ ഉണ്ടാക്കാൻ എനിക്ക് സാധിച്ചു. ഇപ്പൊ ക്ലർക്ക് കുറച്ച് താഴെ ഇറങ്ങി വന്നിട്ടുണ്ട്. ക്ലർക്ക് അടുത്ത വർഷം റിട്ടയർഡ് ആവും. അയാളാണ്. എനിക്ക് ഇനിയും 7 വർഷം കൂടി 31 വരെ സർവീസ് ഉണ്ട്. സ്കൂളിൽ സ്റ്റാഫ് മീറ്റിംഗ് കൂടുമ്പോഴും ടീച്ചർമാരെ ഇടയ്ക്കിടയ്ക്ക് നിയമങ്ങൾ പറഞ്ഞു കൊടുക്കും. ഞാൻ എന്താ പറയാ സമർത്ഥിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. അതൊക്കെ ക്ലാസ് കൊണ്ടാണ്. കുറച്ച് കോൺഫിഡൻസ് വന്നു. പിന്നെ ഇനി എന്ത് പ്രശ്നം വന്നാലും എനിക്ക് പരിഹരിക്കാനുള്ള ഒരു അതോറിറ്റി ഞാൻ കണ്ടെത്തി. അപ്പൊ ആ ഒരു ആത്മവിശ്വാസം എനിക്ക് സഭാ സാറിന്റെയും യൂസഫ് മാഷിന്റെയും ക്ലാസ് ഞാൻ ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല. എനിക്കെന്നല്ല, ഈ ഗ്രൂപ്പിലുള്ള ആർക്കും മറക്കാൻ പറ്റില്ല. അത്രയും രസകരമായിട്ട് മനോഹരമായിട്ട് അത് പറയുകയും ഞങ്ങൾ അത് ആസ്വദിച്ച് പഠിക്കുകയും ചെയ്തു എന്നാണ് എന്റെ അഭിപ്രായം. എന്താണെങ്കിലും കോൺഫിഡൻസ് ലെവല് 99% വരെ ഉയർന്നു എന്ന് ഞാൻ പറയുന്നു സാറേ. എനിക്ക് അത്രയും വിശ്വാസം കിട്ടി.
കാരണം എനിക്കിപ്പോ കുറെ ഇനിയിപ്പോ ഞാൻ എങ്ങനെയെങ്കിലും ഗ്രേഡ് ഒക്കെ വാങ്ങിച്ച് എന്താ BRS എടുത്ത് പോകണം എന്നൊക്കെ ചിന്തിച്ച ആളാ. പക്ഷെ ഇപ്പൊ ഞാൻ തീരുമാനിച്ചു 31 മെയ് 31 വരെ, അതായത് 2031 മെയ് 31 വരെ ഞാൻ സർവീസിൽ ഉണ്ടാവും തന്നെ, ജീവിച്ചിരിക്കണമെങ്കിൽ ഉണ്ടാവും. ഞാൻ എന്റെ സ്റ്റാഫിന്റെ അടുത്ത് പറഞ്ഞു ഞാൻ തോറ്റോടാൻ തീരുമാനിച്ചിട്ടില്ല, പെൻഷൻ പ്രായം കൂട്ടിയാൽ അത്രയും കാലം വർക്ക് ചെയ്യും. അങ്ങനെ പറയാനുള്ളൊരു ആത്മവിശ്വാസം ഒക്കെ കിട്ടി. പേടിയൊക്കെ പോയി. വരുന്നിടത്ത് വെച്ച് കാണാം, എല്ലാത്തിലും നിയമങ്ങളും പഴുതുകളും ഉണ്ടെന്നൊക്കെ തിരിച്ചറിവൊക്കെ കിട്ടി. വളരെ സന്തോഷം. അപ്പൊ ഈ ക്ലാസ് എനിക്ക് വളരെ വലിയൊരു അനുഭവങ്ങളാണ് തന്നത്. നല്ല കുറെ കാര്യങ്ങൾ, അറിവുകളും കിട്ടി. അപ്പൊ എന്നെ തന്നെ ഒന്ന് സമ്പുഷ്ടമാക്കാൻ എനിക്ക് ഈ ക്ലാസ് കൊണ്ട് സാധിച്ചു. അതുകൊണ്ട് വളരെ നന്ദി. ഇനിയും ഞാൻ സാറിന്റെ ഒക്കെ സഹായം തേടും. ഞാൻ എന്റെ മാനേജരോട് വരെ പറഞ്ഞു ഞങ്ങൾക്ക് നല്ലൊരു ക്ലാസ് ഉണ്ട്, യൂസഫ് സാറിന് നമ്മുടെ കൺസൾട്ടന്റ് ഒക്കെ ശരിയല്ല സാറേ എന്ന് ഞാൻ പറഞ്ഞു സാറിന്റെ അടുത്ത് വന്നിട്ട്. നമുക്ക് കുറെ പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത ഒരുപാട് പ്രശ്നങ്ങൾ സാറിന്റെ അടുത്ത് വന്നപ്പോ പരിഹാരം ഉണ്ടെന്ന് മനസ്സിലായി. ഞങ്ങൾ കുറെ പോസ്റ്റുകൾ അനുവദിച്ച് കിട്ടിയിട്ടും നിയമനം നടത്താതിരുന്ന സ്കൂളാ. എന്നിട്ട് ഇപ്പൊ നിയമനം നടത്തി വന്നപ്പോ ഇവർക്കൊക്കെ 1:1 പറഞ്ഞിട്ട് തടഞ്ഞു വെച്ചേക്കുക, ഭിന്നശേഷി നിയമനത്തിൽ തടഞ്ഞു വെച്ചേക്കുക. പക്ഷെ മാനേജർ നേരത്തെ നിയമിച്ചു പോയിരുന്നെങ്കിൽ ഇതൊക്കെ പാസ്സായി പോയേനെയായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ഈ കൺസൾട്ടന്റിനെ ഒക്കെ ഒന്ന് മാറ്റി പിടിക്കണം, വേറെ ആളെ യൂസഫ് സാറിന്റെ അടുത്ത് നിന്ന് ഇതിനൊക്കെ പരിഹാരം ഉണ്ടെന്നാ പറഞ്ഞേക്കണേ. അപ്പൊ ഞാനും മാനേജറൊക്കെ ചിലപ്പോൾ സമീപിക്കും. അപ്പൊ സാറിന്റെ വിലയേറിയ നിർദ്ദേശങ്ങൾ അന്നേരം നൽകണം. താങ്ക് യു സാർ. തീർച്ചയായിട്ടും ടീച്ചർ ഒരു വാക്കും കൂടെ, നമുക്ക് ഇത് എങ്ങനെ ഒന്നുകൂടെ മെച്ചപ്പെടുത്താം എന്ന് ടീച്ചറെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം കൂടെ പറ. മെച്ചപ്പെടുത്താന്ന് പറഞ്ഞാൽ എനിക്കൊരു അബദ്ധം പറ്റി. ഞാൻ റെക്കോർഡഡ് ക്ലാസ് ഞാൻ ഓപ്റ്റ് ചെയ്തിട്ടുണ്ടായില്ല. പക്ഷെ എനിക്കിപ്പോ റെക്കോർഡഡ് ക്ലാസ് കിട്ടണമെന്നുണ്ട്. അപ്പൊ ഈ റെക്കോർഡഡ് ക്ലാസ് കൂടി എല്ലാവർക്കും റെക്കോർഡഡ് ക്ലാസ്സും കൂടെ കൊടുക്കാൻ പാകത്തിനുള്ള ഒരു ഫീസ് സ്ട്രക്ചർ വെച്ചിട്ട് ഒറ്റയടിക്കാണെങ്കിൽ അത് ഉപകാരപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്ക് വീണ്ടും വീണ്ടും എത്ര എഴുതി വെച്ചാലും ഒന്നുകൂടെ കാണണം, റെഫർ ചെയ്യണമെന്ന് തോന്നും. അപ്പൊ ഞാൻ ആ സാറിനെ വിളിച്ചിരുന്നു. അയ്യോ സാറിന്റെ പേര് മറന്നുപോയി. എഫ് ചേർത്തിട്ടൊരു പേര്, ഫായിസ് സാറ്. ഫായിസ് സാറിനെ വിളിച്ചു. അപ്പൊ ഞാൻ ഫീസ് അടച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇനിയാണെങ്കിൽ റെക്കോർഡഡ് ക്ലാസ് കിട്ടില്ലേ? കിട്ടും. അപ്പൊ അത് എനിക്ക് എന്താണെങ്കിലും അത് വേണം. കാരണം നമുക്ക് വീണ്ടും വീണ്ടും റെഫർ ചെയ്യണം. ഇപ്പൊ എത്രയൊക്കെ പഠിച്ചാലും ഓരോ സിറ്റുവേഷനും ഡിഫറെന്റാ. അപ്പൊ അവിടെ വരുമ്പോ എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യസ്തതകൾ കാണും. പിന്നെ സാറ് പറഞ്ഞതിൽ എനിക്ക് മനസ്സിലായത് ഈ DO ഓഫീസിൽ ഇരിക്കുന്ന DEOയ്ക്ക് ഒന്നും വലിയ വിവരമില്ല. അപ്പൊ നമുക്ക് പറഞ്ഞു നിൽക്കാനും പിടിച്ചു നിൽക്കാനും ഇത്തരം ക്ലാസ് വളരെ ഉപകാരപ്പെട്ടു എന്ന് മനസ്സിലായി. അവരും പറയും നിങ്ങൾ ആ സർക്കുലർ വായിച്ചു നോക്കിയിട്ട് നിങ്ങൾ പറയൂ, സർക്കുലർ വായിച്ചിട്ട് അതുപോലെ ചെയ്യൂ, അത്രേ പറയുള്ളൂ അവര്. ഇവര് സർക്കുലർ കണ്ടിട്ടില്ല, വായിച്ചിട്ടില്ല എന്ന് ഈ ക്ലാസ്സിൽ നിന്ന് ആദ്യം ഞങ്ങനൊക്കെ വിചാരിച്ചത് DEO എന്നൊക്കെ പറഞ്ഞ വലിയ സംഭവമാണ്, ഇവരെല്ലാം പഠിച്ചറിഞ്ഞു വെച്ചിട്ടാണ് ഇതിലേക്ക് വരുന്നതെന്നാണ്. ഇപ്പൊ മനസ്സിലായി ഇതൊന്നും ഇല്ല. DEO എന്ത് പറഞ്ഞാലും എനിക്കും അറിയില്ല എന്ന് പറയും ഇടയ്ക്ക്. അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ നമുക്കും മനസ്സിലാക്കാം എല്ലാവരും കുറെ പരിമിതികളുള്ളവരാണ്. അപ്പൊ ഇതുപോലെ നിയമങ്ങൾ ഓരോരുത്തരും അറിയുമ്പോൾ നമ്മൾ പരസ്പരം ഷെയർ ചെയ്യുമ്പോൾ ഇത് വലുതാവുന്നുണ്ട്. ഇപ്പൊ DEOയും രഹസ്യമായിട്ട് നമ്മളിൽ നിന്ന് സംസാരിക്കുന്നതിൽ നിന്നും പഠിക്കുന്നുണ്ടാവും. അങ്ങനെ ഓരോരുത്തരും പഠിക്കുന്നുണ്ടാവും. അപ്പൊ എല്ലാവർക്കും ഇത്തരം ക്ലാസ്സുകളിലൂടെ അറിവുകൾ വളർത്താൻ സഹായിക്കും. അതാണ് കൂടുതൽ ഇന്ററാക്ഷനുകൾ ഇടയ്ക്ക് വന്നാൽ കുറച്ചുകൂടി നന്നാവും, അത്രേ ഉള്ളൂ. ഓക്കെ മാഡം. സാർ രജിത ടീച്ചറാണ്. സാറ് പണ്ട് ഒരു ബുക്ക് ഇറക്കുന്ന കാര്യം പറഞ്ഞിരുന്നു, പിന്നീട് ഒന്നും കേട്ടില്ല. തിരക്കിൽ മുങ്ങിപ്പോയതാണ്, അത് വീണ്ടും സജീവമായിട്ടുണ്ട്. അതെയോ? അങ്ങനെയാണെങ്കിൽ നമുക്കത് വളരെ ഉപകാരപ്രദമായിരുന്നു സാർ. ഇനി അടുത്ത ബാച്ചിൽ പഠിപ്പിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു നോട്ടും കൂടെ പ്രിപ്പയർ ചെയ്ത് അതിനെ മൊത്തം ക്രോഡീകരിച്ച് നൽകാനാണ് ഇപ്പൊ ഞങ്ങളുടെ ഒരു പദ്ധതി. നമുക്ക് സാർ ഇനി ഒരു HM ക്ലാസ് കിട്ടാൻ എന്താ ചെയ്യേണ്ടത് സാർ ഒന്ന് ഗ്രൂപ്പിൽ ഇടണേ, താല്പര്യമുള്ളവർക്ക് അതിൽ ചേരാലോ. അതേപോലെ ദീപ ടീച്ചറേ, ദീപ ടീച്ചർ പറഞ്ഞ പോലെ സഭാ സാറിന്റെയും വായി സാറിന്റെ ഒക്കെ ആ ഒരു ഓൺലൈൻ ക്ലാസ് ഒക്കെ വേണം എന്നുണ്ട്. അതിനെന്താണ് മാർഗം? നമുക്ക് എങ്ങനെയാണ് അത് കിട്ടാൻ മാർഗം? റെക്കോർഡഡ് ക്ലാസ് ആയാലും നമുക്ക് കിട്ടും. അതിനെന്താണ് ചെയ്യേണ്ടത് എന്നൊന്ന് ഞാൻ ഗ്രൂപ്പിലിടാം. ഓക്കെ. വീഡിയോ ഉദ്ദേശിച്ചത് നമുക്ക് അവരുടെ മറ്റേതുണ്ടല്ലോ ഓൺലൈൻ ക്ലാസ്സുകള്, ആ റെക്കോർഡഡ് വീഡിയോ അതില് നിങ്ങൾ എന്താണോ കേട്ടത് അത് അതേപോലെ കിട്ടും.
അത് കിട്ടാൻ എന്താണ് വേണ്ടതെന്നൊന്ന് അറിയിക്കോ, ഗ്രൂപ്പിൽ അറിയിക്കും. അതിന്റെ ആപ്പ് നിങ്ങൾക്ക് തരും. ഓക്കെ ഓക്കെ, നമുക്ക് അതിൽ എന്തായാലും ഫെസിലിറ്റി തരണം. ഗ്രൂപ്പിൽ ഓക്കെ, എന്റെ ഫേസ് സാറിന് നമുക്ക് ഒരുപാട് ഉപകാരമാണ്. ദീപ ടീച്ചർ പറഞ്ഞ അതേ കാര്യങ്ങളാണ് എനിക്കും പറയാനുള്ളത്. ഞാനിപ്പോ HM ആണ്. അപ്പൊ സാറിന്റെ ക്ലാസ്സുകൾ ഞാൻ ഒരിക്കലും നമുക്ക് ഒരുവിധം നിവർത്തിയുണ്ടെങ്കിൽ കേറും. നമുക്ക് കുറെ കോൺഫിഡൻസ് കിട്ടുന്നുണ്ട് അതിൽ നിന്ന്. ഓക്കെ സാർ, താങ്ക് യു. താങ്ക് യു. എന്റെ പേര് ജെസ്സി ജോൺസൺ. നമസ്കാരം. ഞാനൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ആകസ്മികമായിട്ട് HM ആയതാണ്. അങ്ങനെ താല്പര്യമായിട്ട് HM ആവാൻ ഇരുന്നതല്ല. പക്ഷെ സാറിനെ പറ്റിയൊന്നും എനിക്ക് അറിയത്തേ ഇല്ലായിരുന്നു. ഇങ്ങനെ സാറുണ്ടെന്നൊന്നും അറിയത്തില്ലായിരുന്നു. ഞാൻ ഒരിക്കലും എന്തോ KPHFന്റെ ഏതോ ഒരു ഗ്രൂപ്പില് ഇങ്ങനെ HM-മാരുടെ ക്ലാസ് എടുക്കുന്ന ഇങ്ങനെ കണ്ട് ഞാൻ ചേർന്ന. സാറിനെ പറ്റി എനിക്ക് അങ്ങനെ ഒരു അറിവേ ഇല്ലായിരുന്നു. ഞങ്ങളിങ്ങനെ തെക്കൻ ജില്ലയിലായതുകൊണ്ടായിരിക്കും. പിന്നെ എനിക്ക് ഞാൻ ഏതാണ്ട് ജൂണിലാണ് ചേർന്നത്. ഞാൻ ഇതുപോലെ ഒരു 7 മണിക്ക് പോയി കഴിഞ്ഞാൽ വൈകിട്ട് 7 മണിക്കായിട്ട് വീട്ടിൽ വരുന്നത്. ഒരു 4 ബസ് കയറിയാണ് പോയി വരുന്നത്. വന്നു കഴിഞ്ഞ് കുളിച്ച് ചായ കുടിച്ച ഉടനെ ഈ സാറിന്റെ ക്ലാസ്സിലങ്ങ് ഇരിക്കുവാണ്. വളരെ സന്തോഷം. നമുക്ക് മനസ്സിന് തന്നെ സന്തോഷം തരുന്നത് എന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നു. പിന്നെ എന്തുവാ, ഞങ്ങൾക്ക് വലിയൊരു എനിക്ക് തന്നെ ഭയങ്കര ഒരു ആത്മവിശ്വാസം ആയിരുന്നു ഈ ക്ലാസ്. ഇത്രയും ദിവസം നമ്മൾ ഈ ഒരു 7 മാസം ഇതേന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. പിന്നെ പല കാര്യങ്ങൾ ഇതുപോലെ സ്പാർക്കിന്റെ കാര്യമൊക്കെ നമുക്ക് മറ്റേ സഭാവ് മാഷിന്റെ ക്ലാസ്സും എല്ലാം വളരെ സന്തോഷം, വളരെ നമുക്ക് അറിവ് കിട്ടുന്നതായിരുന്നു. അപ്പൊ ഞാനുമൊക്കെ ആദ്യം കഴിഞ്ഞ സ്പാർക്കൊക്കെ എനിക്ക് പേടിയായിരുന്നു. ഒരു 1-2 പ്രാവശ്യം കഫയിലൊക്കെ ചെന്നിരുന്നപ്പം ദൈവമേ, മണിക്കൂറുകൾ അവിടെ HM-മാർ ഇരിക്കുക അവിടെ ബില്ലെടുക്കാനും ഒക്കെ ആയിട്ട്. അപ്പൊ അന്നേരം ഞാൻ ചിന്തിച്ചതാ ഇതൊക്കെ സ്വന്തമായിട്ടൊന്ന് പഠിക്കണം. ഇപ്പൊ സ്വന്തമായിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. വളരെ സന്തോഷം ഞങ്ങൾക്ക്. എനിക്ക് ആത്മവിശ്വാസം കിട്ടി അതിനുള്ള. പിന്നെ എനിക്ക് പറയാനുള്ള സാറേ, ഞായറാഴ്ച രാവിലെ ഉള്ള സമയത്ത് ഇനിയുള്ള ക്ലാസ് വെക്കരുതെന്നേ ഉള്ളൊരു അപേക്ഷയുണ്ട് ഉച്ചയ്ക്ക് ശേഷം നമുക്ക് സമയം തീരുമാനിക്കാം ഇപ്പൊ. അപ്പം സാറിനോട് വളരെ നന്ദി, വളരെ സന്തോഷം. ഇങ്ങനെ ഒരു സാറ് സംസാരവും ടോണും ഒക്കെ കേൾക്കുന്നത് തന്നെ വളരെ സന്തോഷം. എന്ന് വെച്ചാൽ ഞങ്ങളുടെ തെക്കൻ ജില്ലയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സൗണ്ടാണ്. അപ്പം അതിന് അപ്പുറമായിട്ട് എല്ലാവരും നമ്മളെ ഈ HM-മാർ ടീച്ചേഴ്സായിട്ടുള്ളൊരു കൂട്ടായ്മ വളരെ സന്തോഷം തരുന്നതാണ്. അപ്പം ഒരു 6-7 മാസം ഇതുമായിട്ട് നമ്മളങ്ങ് അറ്റാച്ച് ചെയ്തതിൽ ഇപ്പൊ ഇനി അത് എന്നും ഇല്ലല്ലോ എന്നുള്ള ഒരു വിഷമമാണുള്ളത്. പിന്നെ എനിക്ക് ചെറിയ ഉള്ളത് സാറിനോട് പറയാനുള്ളത്, ഈ ക്ലാസ്സിന്റെ സമയം അന്നേരം ഇടുന്നോണ്ട് ചില ക്ലാസ്സിലൊക്കെ ചിലപ്പം കയറാനൊരു, നമ്മൾ എപ്പോഴും അങ്ങോട്ട് 7 മണിക്കൊക്കെ ചിലപ്പോൾ നോക്കുമ്പോൾ ഒന്നും കാണത്തില്ല. പെട്ടെന്ന് സാറ് സമയം ഇട്ടിട്ടാകുമ്പോൾ ഞങ്ങൾ ചില ദിവസങ്ങളിലൊക്കെ ഇച്ചിരി താമസിച്ചിട്ടുണ്ട് കയറാൻ. ഇച്ചിരി നേരത്തെ 1 മണിക്കൂർ മുമ്പെങ്കിലും ഇട്ടെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അതേ ഉള്ളൂ പറയാൻ. ബാക്കി സാറിന്റെ ക്ലാസ്സിനെ പറ്റി ഒന്നും പറയാനില്ല. വളരെ സന്തോഷം. താങ്ക് യു. ഞങ്ങളെ മെഷീനറി ഒന്നും കൂടി ഒന്ന് മെച്ചപ്പെടുത്തണം. താങ്ക് യു ടീച്ചർ. ഞാൻ വളരെ യാദൃശികമായിട്ട് ഞങ്ങളുടെ ഒരു മാഷ് പറഞ്ഞിട്ട്, ടീച്ചറെ ഇങ്ങനെ ഒരു ക്ലാസ് ഉണ്ട്, കഴിഞ്ഞ വർഷമേ പറഞ്ഞിരുന്നു. അപ്പൊ കേറിയിട്ട് കാര്യമില്ല, അന്ന് ഞാൻ HM അല്ല. അപ്പൊ HM ആയപ്പോ ഈ മെയില് ടീച്ചറെ നിങ്ങൾ കേറിക്കോളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ആകസ്മികമായിട്ട് ഈ ക്ലാസ്സിൽ കയറാനിടയായത്. പക്ഷേ ബാക്കി ടീച്ചേഴ്സ് പറഞ്ഞതുപോലെ തന്നെ ആത്മവിശ്വാസം വർദ്ധിക്കാനും പിന്നെ സ്പാർക്ക് കമ്പ്യൂട്ടറൊക്കെ തൊടുന്ന പ്രശ്നമേ ഇല്ലായിരുന്നു, പേടിയായിരുന്നു. ഇപ്പൊ സഭാഭാഷ ക്ലാസ് കൂടെ കഴിഞ്ഞപ്പോ ഇപ്പൊ സ്വന്തമായിട്ട് ബില്ല് പ്രോസസ് ചെയ്യാനും ഒക്കെ ചെയ്യാൻ പറ്റി. ഇപ്പൊ ഒരു കോൺഫിഡൻസ് ലെവൽ വർദ്ധിക്കാൻ എന്തായാലും പിന്നെ PTA ബൈലോ കാര്യങ്ങളും ഒക്കെ കിട്ടിയതുകൊണ്ട് ഈ വർഷത്തെ PTA തെരഞ്ഞെടുപ്പില് ആദ്യമായിട്ട് അധ്യാപകർ വോട്ട് ചെയ്തത് ഈ വർഷമാണ്. അപ്പോ അതൊന്നും ഇവിടെ ആർക്കും അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അതൊക്കെ ചെയ്യാൻ പറ്റി. ഒരു PTA വളരെ ബുദ്ധിമുട്ടിക്കുന്നതായിരുന്നു. അതിൽ നിന്നൊക്കെ ഒന്ന് രക്ഷപ്പെടാൻ ഈ വർഷം സാധിച്ചിട്ടുണ്ട്. എന്തായാലും എല്ലാ താങ്ക്സും ഞാൻ മാഷിന് പറയുകയാണ്. പിന്നെ അതുപോലെ ഗ്രൂപ്പില് എനിക്ക് വേറൊരു അഭിപ്രായം ഉള്ളത്, ഗ്രൂപ്പിൽ എന്തെങ്കിലും ഇതുപോലുള്ള സംശയങ്ങളൊക്കെ ഇടുമ്പോൾ കുറെ പരിചയമുള്ള ടീച്ചേഴ്സ് ഉണ്ടല്ലോ, ആരെങ്കിലും ഒരു മറുപടി തരികയാണെങ്കിൽ അതും നന്നാവും പല സംശയങ്ങൾക്കും. അങ്ങനെ ഒരു നിർദ്ദേശം കൂടി എനിക്കുണ്ട്. ഓക്കെ സർ, താങ്ക് യു. അതായത് ഞാൻ HM ആകണ്ട എന്നോർത്ത് റിലിംഗ്വിഷ് കൊടുത്തു. പിറ്റത്തെ വർഷം അത് കംപ്ലീറ്റ് ആയിട്ട് വേണ്ട എന്ന് വെക്കാമെന്ന് തീരുമാനിച്ചിരുന്ന സമയത്താണ് എൻ്റെ ജൂനിയറായ ടീച്ചർ ഒരു ലിങ്ക് ഇട്ട് തരുന്നത്. ടീച്ചറെ നല്ല ക്ലാസ്സാണ്, ടീച്ചർ അക്കൗണ്ട് ടെസ്റ്റ് പാസ്സാകും. കുറച്ചു കാലമൊക്കെ ഞാൻ ചാർജ് ആയിട്ടൊക്കെ ഇരുന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് കുറച്ചൊക്കെ അറിയാമെന്ന് അവർക്കൊരു തോന്നൽ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ. ഞാൻ LP-ന്ന് ഹൈസ്കൂളിലേക്ക് UP ടീച്ചറായിട്ട് പോയതായിരുന്നു. അപ്പൊ എന്തെങ്കിലുമൊക്കെ പറയുമ്പം അവിടുത്തെ ക്ലർക്കും പറയും, ടീച്ചർക്ക് പറ്റും,
എന്നൊരു ഇത് തോന്നി. ഞാൻ പറഞ്ഞു ഞാൻ ടെസ്റ്റ് ഒന്നും പാസ്സായിട്ടില്ല, ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ സാറിന്റെ ക്ലാസ്സിനെ കുറിച്ച് അറിഞ്ഞത്. അപ്പൊ ഞാൻ ക്ലാസ്സിൽ കയറി 2 ആഴ്ച കഴിഞ്ഞപ്പോഴും എനിക്കൊരു വല്ലാത്ത ബുദ്ധിമുട്ട്. കാരണം ഇംഗ്ലീഷൊക്കെ കുറെ കാലങ്ങളായി കേട്ടിട്ട് 1-ാം ക്ലാസ്സിൽ പഠിപ്പിച്ചിരുന്ന ടീച്ചറായിരുന്നു. ഞാൻ സാറിനോട് അത് ഷെയർ ചെയ്യുകയും ചെയ്തു. സാർ എന്നോട് പറഞ്ഞു, ടീച്ചർ ധൈര്യമായിട്ടിരിക്കുക, 1 മാസം ആകുമ്പോൾ ടീച്ചർ ശരിയായിക്കൊള്ളുമെന്ന്. അതുപോലെ തന്നെ 1 മാസമായി കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് ക്ലാസ് കേട്ടില്ലെങ്കിലാണ് വിഷമം. ഓരോ ദിവസവും കൃത്യമായിട്ട് ഇതുവരെ ഞാൻ കറണ്ട് ഇല്ലാത്തൊരു സമയത്ത്, നെറ്റ് ഇല്ലാത്ത സമയത്ത് അല്ലാണ്ട് ക്ലാസ് മിസ് ചെയ്തിട്ടില്ല. അപ്പം പിന്നെ എനിക്ക് HM പോസ്റ്റ് കിട്ടിയപ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാനത് സ്വീകരിച്ചത്. ആ സാറിന്റെ ആ സപ്പോർട്ടായിരുന്നു. ഞാൻ അക്കൗണ്ട് ടെസ്റ്റ് പാസ്സാകില്ല എന്നോർത്ത് ഞാനത് വേണ്ടാന്ന് വെക്കാൻ തുടങ്ങിയ സമയത്താണ് സാർ ഇങ്ങനെ ഒരു ധൈര്യം തന്നത്. കാരണം ആദ്യം തന്നെ പാസ്സായി. പിന്നെ ഞാൻ HM പോസ്റ്റ് ഏറ്റെടുത്തു. ഇപ്പൊ വളരെ നല്ല രീതിയിൽ തന്നെ അത് ആ മാനേജ്മെന്റ് ഒരു ക്ലാസ് നടത്തിയില്ല, എങ്ങനെ സ്കൂള് കൈകാര്യം ചെയ്യാമെന്നുള്ളത്. അതൊക്കെ വളരെയധികം നല്ല രീതിയിൽ ഉള്ള ക്ലാസ്സുകളായിരുന്നുകൊണ്ട് എനിക്ക് ആ സ്റ്റാഫിനെ ഒരുപോലെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാനും. ഇപ്പൊ എനിക്ക് വർക്കില്ല, സത്യം പറഞ്ഞു. സ്റ്റാഫാണ് ഓരോ വർക്കും ഏറ്റെടുത്ത് ചെയ്യുന്നത്. ഞാൻ അറിയാറില്ല ടീച്ചറെ ഇന്നത് ചെയ്തു, സൈൻ ചെയ്യാൻ മാത്രമേ എന്റെ ആവശ്യമുള്ളൂ, സർവീസ് ബുക്കിൽ എഴുതാനും. ബാക്കി ഓരോ ടീച്ചേഴ്സും അറിഞ്ഞ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഗുണം. ഓരോ ക്ലാസ്സുകളും പിന്നെ ഞാൻ പറഞ്ഞു കൊടുക്കും ഇന്ന പോലെ വേണം എന്ന. ജൂനിയർ 3 വർഷമായ ടീച്ചേഴ്സൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷെ അവരും പഠിച്ചു എന്നുള്ളതാണ് എന്നിരുന്നു. ഇപ്പൊ അവർ ഇപ്പൊ HM ആയാലും ഞങ്ങള് അവിടെ മറ്റൊരു കാര്യം ഉണ്ടായിരുന്നു, ഞാൻ ചെന്ന സ്കൂളില് അവിടെ ഉണ്ടായിരുന്ന ടീച്ചർ അവരെ കൊണ്ട് ഒരു കാര്യം ചെയ്യിക്കില്ലായിരുന്നു. ആകെ അവർ അറ്റൻഡൻസ് രജിസ്റ്റർ എഴുതും. അപ്പൊ അങ്ങനെ വന്ന സമയത്താണ് അവർക്ക് ഇങ്ങനെ ഓഫീസിൽ എല്ലാ കാര്യങ്ങളും അവരെ ഇടപെടുത്തി തുടങ്ങിയത്. അപ്പൊ അവർക്കും ഇപ്പം ടെസ്റ്റ് എഴുതാനും അതുപോലെ തന്നെ സാറിന് ലിങ്കൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതിൽ പങ്കെടുക്കണം എന്നും പറഞ്ഞ് 3 പേരുണ്ട്. 3 പേര് ഞാൻ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ടെസ്റ്റ് എഴുതുന്നത്, നിങ്ങൾ ടെസ്റ്റ് എഴുതുമെന്ന് പറഞ്ഞു. അപ്പൊ അവർക്കൊരു ആത്മവിശ്വാസം വരികയാണ്. ടീച്ചറെ പിള്ളേര് ചെറുതാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കുട്ടികളങ്ങ് വലുതായിക്കോളും, നിങ്ങളുടെ ബുദ്ധി ഇപ്പോഴാണ് വർക്കിംഗ് കണ്ടീഷൻ എന്നും പറഞ്ഞ് അവരിങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് അടുത്ത ക്ലാസ്സിലൊക്കെ അവർ ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരുപാട് ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ഡിഗ്രി TTC ആണ്. അപ്പൊ ആ ഇംഗ്ലീഷ് എന്ന് പറയില്ലാത്ത എനിക്ക് ഇത്രയും നല്ല രീതിയിൽ ക്ലാസ് കിട്ടിയതുകൊണ്ട് ഓരോ റൂളും കൃത്യമായിട്ടും പറയാനും കേൾക്കാനും. കാരണം ഞാനിപ്പോ കഴിഞ്ഞ 2022 മെയ്യിൽ തൊട്ട് കേൾക്കുന്നതാണ്. ഈ നിമിഷം വരെ അത് കേൾക്കുന്നോണ്ട്. അതുപോലെ സ്പാർക്ക് കാര്യങ്ങള് മൗസ് പിടിക്കുമ്പോ എനിക്ക് പേടിയായിരുന്നു സത്യം പറഞ്ഞാല്. ഇപ്പൊ കാര്യം ബില്ലെടുക്കാനൊക്കെ എനിക്കറിയാം. എനിക്കിപ്പോഴും അവിടെ ഒരു സാറുണ്ട്, സാറാണ് നേരത്തെ തൊട്ട് അവിടെ ബില്ലെടുത്തുകൊണ്ടിരുന്നത്. അപ്പം എന്നാലും ഞാൻ തന്നെ എടുത്തു തുടങ്ങി. ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ബില്ലും ചെയ്യുന്നുണ്ട്. അതുപോലെ NDMS നോൺമിൽ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഏഴ് ചെല്ലുമ്പോഴാണെങ്കിലും എല്ലാ കാര്യങ്ങളിലും ഇന്ന പോലെ ചെയ്യാം. അപ്പൊ അവർ പറയും ടീച്ചർ LP-യിലായിരുന്നത് കൊണ്ടാണ് ടീച്ചർ പറയുന്നത്. സത്യത്തിൽ LP-യിലായിരുന്നു കൊണ്ടല്ല, സാറിന്റെ ആ പ്രചോദനവും ആ ഇതുമാണ് എല്ലാത്തിനും നിമിത്തമായത്. ഇല്ലെങ്കിൽ HM എന്നൊരു പോസ്റ്റ് ഞാൻ ഏറ്റെടുക്കില്ലായിരുന്നു. അതിന് എല്ലാവിധ നന്ദിയും കടപ്പാടും. സാറിന്റെ ഊർജ്ജസ്വലതയാണ് ഏറ്റവും വലുത്. 5:30 സാറ് എഴുന്നേക്കും. ഞാൻ ചിലപ്പോഴും ഓർക്ക് 5 മണി 12 കിടക്കുമ്പോ തന്നെ അത് കഴിഞ്ഞ് സാറ് എഴുന്നേക്കുറ്റി ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ പിന്നെ എഴുന്നേറ്റ് എന്താന്നോർത്ത് വേഗം 4 മണിയാകുമ്പോഴത്തേക്കും ജോലി എല്ലാം കഴിഞ്ഞ് ഇതിന്റെ മുമ്പിൽ തന്നെ ഇരുന്ന് എല്ലാ കാര്യങ്ങളിലും ശരിക്കും പറഞ്ഞ ഒരു ശക്തിയായിരുന്നു സാറ്. ഇനിയും എന്ത് കാര്യങ്ങളിലും സാറിന്റെ പ്രചോദനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവിധ നന്ദിയും കടപ്പാടും. ഓക്കെ, താങ്ക് യു വെരി മച്ച് സാർ. ഇപ്പൊ HM ആയിട്ട് ഇപ്പൊ 8 മാസത്തോളമായി. അപ്പൊ ഞാന് ഇപ്പൊ എനിക്ക് മുന്നേ സംസാരിച്ചവര് പറഞ്ഞതുപോലെ തന്നെയാണ് എനിക്കും പറയാനുള്ളത്. അവിചാരിതമായിട്ടാണ് ഈ ക്ലാസ്സിനെ കുറിച്ച് അറിയുന്നത്. യൂസഫ് സാറ് എന്ന് പറഞ്ഞൊരു സാറ് ഉണ്ട്, കോഴിക്കോട് നിന്നാണ്. അപ്പൊ ഞാൻ ആലപ്പുഴക്കാരിയാണല്ലോ. അപ്പൊ അറിയില്ല. അപ്പൊ അങ്ങനെ ക്ലാസ് ഒന്ന് കയറി നോക്കാം. ആദ്യത്തെ 5 ദിവസത്തെ ക്ലാസ് അങ്ങനെ കയറി, ലീവിലാണല്ലോ തുടങ്ങിയത്. പിന്നെ ആ ഒരു സമയത്ത് സാറ് തന്നെ പറഞ്ഞു, ഇങ്ങനെ ഒരു ക്ലാസ് കിട്ടിക്കഴിയുമ്പോൾ 3 വർഷത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉള്ളത് പോലെ ആയിരിക്കും നിങ്ങൾ ഫസ്റ്റ് ഡേ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ. അപ്പൊ എനിക്കെന്ന് വെച്ചാൽ ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. എനിക്ക് മുന്നേ ഇരുന്ന ടീച്ചർ എനിക്കൊന്നും പറഞ്ഞു തരത്തില്ല എന്നുള്ള ഒരു ലൈനിലായിരുന്നു. കുറച്ച് ഈഗോ ക്ലാഷ് ഒക്കെ ഉണ്ടായിരുന്നു. സാറിന്റെ വാക്കുകൾ ഓരോ സമയത്ത് ഞാൻ എന്ത് ചെയ്യണം, ഞാൻ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും, ആകെ അങ്കലാപ്പിലായിരുന്നു ഞാൻ. ഈ പറഞ്ഞ പോലെ സ്പാർക്ക് അറിയത്തില്ല, PF-ന്റെ കാര്യങ്ങൾ അറിയത്തില്ല, റെക്കോർഡ്സ്. ഞാൻ ടെസ്റ്റ് പാസ്സായിട്ട് 15 വർഷമായി. നേരത്തെ ടെസ്റ്റ് ഒക്കെ പാസ്സായെങ്കിലും ടെസ്റ്റ് പാസ്സായെന്ന് വെച്ച് നമുക്കൊരു സ്കൂൾ കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ. അഡ്മിനിസ്ട്രേഷൻ വലിയ കുഴപ്പമില്ല, പക്ഷെ റെക്കോർഡ്സ് ഒക്കെ എന്ത് ചെയ്യും എന്നുള്ള അതുപോലെ ഇങ്ങനെ ഒരു ക്ലാസ് എവിടെ കിട്ടും എന്ന് അന്വേഷിച്ചിരുന്നപ്പോഴാണ്
സാറിന്റെ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റിൽ പങ്കെടുത്ത ഒരു ടീച്ചർ ഉണ്ടായിരുന്നു ഞങ്ങളുടെ സ്കൂളിൽ. അങ്ങനെ ആ ടീച്ചറാണ് സാറിനെ കുറിച്ച് പറഞ്ഞതും ലിങ്ക് കിട്ടിയതും. അങ്ങനെ ഞാൻ കയറി കഴിഞ്ഞ് എനിക്കറിയില്ല, അല്ലായിരുന്നെങ്കിൽ ഈ ഒരു ക്ലാസ് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു എന്നുള്ളത്. ഇപ്പൊ അവരുടെ മുമ്പിൽ നേരെ നിന്നുകൊണ്ട് മുന്നേ ഇരുന്ന ടീച്ചറിനോട് പലതും അവരുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി കൊടുക്കാനും, അവര് മുമ്പിലത്തെ ദിവസമാണ്, ഇതിനു മുമ്പേ പല ക്ലാസ്സുകളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. മെയ് 31-നാണ് അവര് എല്ലാ റെക്കോർഡ്സ് എന്റെ മുമ്പിൽ എറിഞ്ഞിട്ട് തന്ന് പോയത്. ഒന്നും ഈ 3 കൊല്ലം കൊണ്ടേ ഈ റെക്കോർഡ്സ് ഒക്കെ പഠിക്കുള്ളൂ എന്ന് തന്നെ വെല്ലുവിളിച്ചിട്ടാ പോയത്. പിറ്റത്തെ മാസം പിന്നെ ജൂൺ മാസം കഴിഞ്ഞു. ആ പിറ്റത്തെ സെക്കൻഡ് വർക്കിംഗ് ഡേയിലെ സ്പാർക്കിന്ന് എല്ലാം ബില്ല് പ്രോസസ് ചെയ്ത് മേക്ക് ചെയ്ത് എല്ലാം ചെയ്ത് സെക്കൻഡ് വർക്കിംഗ് ഡേ അവർക്ക് ശമ്പളം മേടിച്ചു കൊടുത്തു എന്റെ ടീച്ചേഴ്സിന് ഞാൻ. അത് അത്രയ്ക്ക് അത് ആ ഒരു ഡേ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാൻ അന്നേരം എന്താ പറയാ, ഇങ്ങനെ ഒരു ക്ലാസ് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാൻ ഒന്നും ആകില്ല. അതുകൊണ്ട് എന്നും 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 എന്റെ ഈ സർവീസ് കാലം ഉള്ള സാറിന്റെ ഈ ക്ലാസ് ഏറ്റവും അത്രയ്ക്ക് എനിക്ക് നല്ല ഒരു ക്ലാസ് ആയിരുന്നു. എന്റെ ഇപ്പോഴും ഓരോ ടീച്ചർ പറഞ്ഞ പോലെ എന്തൊരു പ്രശ്നം തന്നാലും എനിക്ക് എന്റെ യൂസഫ് സാറിന്റെ ചോദിക്കാൻ എപ്പോഴും ഞാൻ സാറിനോട് ഞാൻ നേരിട്ട് ഭിന്നശേഷിയുടെ പ്രശ്നവും ആ പ്രശ്നം ഈ പ്രശ്നം എപ്പോഴും ഞാൻ സാറിന് ഇടയ്ക്കിടയ്ക്ക് ക്ലാസ് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. സാർ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല. അപ്പൊ അങ്ങനെ അതുപോലെ മാനേജറുടെ പ്രശ്നം അങ്ങനെയൊക്കെ. അപ്പൊ എന്തിനും ഒരു സോഴ്സ് ഉണ്ട്, എനിക്കൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ആളുണ്ട്, എന്തിനും ഒരാളുണ്ട് എന്നുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ട് ഇപ്പോഴും. അത് ഈ ക്ലാസ് ഇപ്പൊ ഇന്നുകൊണ്ട് അവസാനിക്കുക അല്ലെങ്കിൽ അടുത്ത ആഴ്ചയിലായിട്ട് തുടരി എന്ത് തന്നെയാണെങ്കിലും അങ്ങനെ തന്നെ. അപ്പൊ അതുപോലെ തന്നെ പിന്നെ നിർദ്ദേശം എന്ന് പറയാനുള്ളത് സാറേ, ആദ്യം ഇങ്ങനെ റെക്കോർഡ്സുകൾ ഒക്കെ പരിചയപ്പെടുത്തൊക്കെയാണ്. പിന്നെ കുറെ നാൾ കഴിഞ്ഞാണ് സഭാമാഷിന്റെ ക്ലാസ് ഒക്കെ പോലെ സ്പാർക്കൊക്കെ വന്നത്. കുറച്ചൊരു ആണ്. അപ്പൊ ഇടയ്ക്ക് ഈ സ്പാർക്ക് എന്ന് വെച്ചാൽ നമ്മൾ കയറുന്നവർക്ക് ആദ്യത്തെ 1-2 മാസം കഴിയുമ്പോഴേ നമുക്കത് കിട്ടണമല്ലോ. ഞാൻ മുന്നേ കയറിയായിരുന്നു. ഈ ജൂൺ ആകുന്നതിന് മുന്നേ തന്നെ, വെക്കേഷനും മുന്നേ തന്നെ ഞാൻ സാറിന്റെ ക്ലാസ്സിൽ കയറിയായിരുന്നു. അപ്പൊ ഈ റെക്കോർഡ്സ് കുറച്ച് പോകുമ്പോ തന്നെ സ്പാർക്കും കൂടി ഇടയ്ക്ക് കൊടുത്താല് നല്ലതായിരിക്കും. കുറെ ഒരു ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞാണ് സ്പാർക്കിന്റെ ക്ലാസ് ഒക്കെ കിട്ടിയത്. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ചെറിയ ചില നിർദ്ദേശങ്ങളൊക്കെ ഉള്ളൂ. അല്ലാതെ സാറിന്റെ ഈ അഡ്മിനിസ്ട്രേഷൻ ക്ലാസ്, അതുപോലെ ആ ബോർഡ്, വൈറ്റ് ബോർഡ് എല്ലാം വളരെ മികച്ച രീതിയിലാണ്. ഇതിന്റെ അപ്പുറത്തേക്കൊരു ഉണ്ടോ എന്നാണ് എനിക്കൊരു സംശയം ഉള്ളത്. അപ്പൊ യൂസഫ് മാഷേ, നേരത്തെ ടീച്ചർ കേക്കാം പറഞ്ഞ കേക്കാം പോലെ സാർ. ഒരു കൂട്ടിച്ചേർക്കലുള്ളത്, ഈ HM ആയിട്ടും കാര്യങ്ങളൊന്നും അറിയാത്ത ഒരുപാട് ആളുകൾ കിട്ടും. മീൻസ് ടെസ്റ്റ് പാസ്സായിട്ടും അതെങ്ങനെ ഒരു സ്കൂളിൽ ഇംപ്ലിമെന്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു സ്കൂളിന്റെ സ്ട്രക്ചർ എങ്ങനെ കൊണ്ടുപോകണം എന്നും അറിയാത്ത ഒരുപാട് ആളുകൾ ഇപ്പോഴും HM ആയിട്ടിരിക്കുന്നുണ്ട്. ടെസ്റ്റ് പാസ്സായിട്ടും നിയമങ്ങളൊന്നും അറിയാതെ എങ്ങനെ ഒരു ടെസ്റ്റ് പാസ് ചെയ്യുന്ന എനിക്കറിയില്ല. അപ്പൊ അത്തരം ആളുകൾക്കൊക്കെ വളരെ ഉപകാരപ്രദമാണ് മാഷ ക്ലാസ്. നേരത്തെ ടീച്ചർ പറഞ്ഞതിന്റെ ഒരു കൂട്ടിച്ചേർക്കലാണ് ഞാൻ പറഞ്ഞത്. സാറേ, സാറിന്റെ ക്ലാസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാരും പറയുന്നതിനെക്കാട്ടിലും ഉപരി നമ്മൾ സൂപ്പർ 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 എന്ന് ക്ലാസ് പറയില്ല, അത്രയും ഏറ്റവും എന്താ പറയാ, ഇങ്ങനൊരു ക്ലാസ് ഒരിക്കലും ജീവിതത്തിൽ ഒരിക്കലും ഒരു മേഖലയിലും കിട്ടിയിട്ടില്ല. സ്കൂളിൽ പഠിച്ചപ്പോഴാകട്ടെ, കോളേജിൽ പഠിച്ചപ്പോഴാകട്ടെ, അല്ലാത്തതാകട്ടെ ഒന്നുമില്ല. വളരെ സിമ്പിളായിട്ട് നമ്മളിലേക്ക് എത്തിക്കാനുള്ള നല്ലൊരു കഴിവ് സാറിനുണ്ട്. സങ്കടം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ജൂണൊക്കെ സൈറ്റ് ടീച്ചറെ കെയർ ഓഫിൽ സൈറ്റ് ടീച്ചറും ഒരുപാട് വർഷത്തെ കണക്ഷൻ ഉണ്ട്. ഒരുമിച്ച് ഒരു യാത്ര ചെയ്തപ്പം പെട്ടെന്ന് പറഞ്ഞതായിരുന്നു, അങ്ങനെ ജോയിൻ ചെയ്തതാ. HM-ആയി കയറിയതിന് ശേഷം അത് പ്രയാസം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയും ഇവിടെയൊക്കെ ക്ലാസ് കിട്ടിയിട്ടുള്ളൂ. അതിനി എന്ത് ചെയ്യും എന്നുള്ളതാണ്. ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ചില സമയത്ത് കയറാൻ പറ്റാതെ വരും. സ്പാർക്കും ബിംസും ഒക്കെ എപ്പോഴും യൂസ് ചെയ്യുന്നതാണല്ലോ. ഒരുപാട് സംശയങ്ങളുണ്ട്. അത് ക്ലിയർ ചെയ്യാൻ എന്ത് ചെയ്യും എന്നുള്ളൊരു പേടി.
പിന്നെ ചെറിയൊരു സജഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സാറ് പഠിപ്പിച്ച ഒരുപാട് എച്ച്എമ്മാരുണ്ട് ഇതില്, കാര്യങ്ങൾ വ്യക്തമായി അറിയുന്നത്. അപ്പൊ ഇടയ്ക്കൊക്കെ ഒരു ഗ്രൂപ്പിലാണെങ്കിലും സംശയങ്ങൾ ചോദിക്കുമ്പോൾ സാറിന് ഇടാൻ പറ്റിയില്ലെങ്കിലും അവരെങ്കിലും ആ സംശയത്തിന് മറുപടി കിട്ടിയാൽ വളരെ ആശ്വാസമാവും. ക്ലാസ്സുകൾ അധികമൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ കിട്ടിയ ക്ലാസ്സുകൾ വളരെ ഉപകാരപ്രദമാണ്. അത് മറക്കാതെ മനസ്സിലുണ്ട് താനും. അപ്പോൾ അതൊക്കെ അത്രയ്ക്ക് തന്നെ പറയാനുള്ളൂ. വളരെ നല്ല ക്ലാസ്സാണ്. ഒരുപാട് സംശയങ്ങൾ ഇപ്പോഴും കിടക്കുകയാണ്. കാര്യങ്ങളൊന്നും അറിയില്ല. എച്ചമായി കയറിയതിന് ശേഷം, ഈ ജൂണിലാണ് കയറിയതിന് ശേഷം കിട്ടിയത് കൊണ്ട് തന്നെ മുഴുവൻ കിട്ടിയിട്ടുമില്ല. അതിൻ്റെ ഒരു പ്രയാസമുണ്ട്. അത്രയാണ്. താങ്ക്സ് സാർ. ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. സാറേ, ഈ എല്ലാവരും സാറിന്റെ ക്ലാസ്സിനെ കുറിച്ച് പറഞ്ഞു. അതെല്ലാം കൂട്ടിച്ചേർക്കുന്ന ഒരു അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്. ക്ലാസ്സിനെ കുറിച്ച് ഒന്നും പറയാനില്ല. ചിലർക്ക് അവാർഡ് കൊടുക്കാൻ പറ്റില്ല, അതിന്റെ അപ്പുറത്താണ് അവരുടെ കഴിവെന്ന് പറയും പോലെയാണ്. ഒന്നും പറയാനില്ല. പക്ഷെ ഞാൻ പറയുന്നത് സാറിന്റെ ആ ആറ്റിറ്റ്യൂഡിനെ കുറിച്ചാണ്. അതായത് ഏത് തൊഴിൽ ചെയ്യുന്നവരായിക്കോട്ടെ, അവർക്ക് ആ തൊഴിലിനോട് കാണിക്കുന്ന ഒരു ആത്മാർത്ഥതയുണ്ടല്ലോ, അത് 100% അതിനപ്പുറത്തേക്ക് കടന്നു പോകുന്നുണ്ട്. അതുപോലെ അത് സാറൊരു വലിയ മാതൃകയാണ്. അത് നമ്മളിപ്പം അധ്യാപനം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇതുപോലെ ക്ലാസ്സുകൾ എടുക്കുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ എന്തായിക്കോട്ടെ, നമ്മൾ ചെയ്യുന്ന തൊഴിലിനോട് നമ്മൾ എത്രയ്ക്ക് ആത്മാർത്ഥത കാണിക്കണം എന്നൊരു ഒരു വലിയൊരു ആറ്റിറ്റ്യൂഡാണ് സാറിൻ്റെ. അത് ഞങ്ങൾക്ക് മാതൃകയാക്കാനുള്ളത്. ഈ പറയുമ്പോൾ ഓരോരുത്തർ പറഞ്ഞ പോലെ സാറ് രാവിലെ എന്നോ വൈകുന്നേരം എന്നോ നോക്കാതെ, അല്ലെങ്കിൽ ആര് സംശയം ചോദിക്കുമ്പോൾ അതിന് അപ്പൊ തന്നെ സാറിന് പറ്റുന്ന രീതിയിൽ ആ സമയം കണ്ടെത്തി. കാരണം ഇത് കഴിയുമ്പോൾ ഞങ്ങൾക്കറിയാം, ഞാൻ തന്നെ ഓർക്കാറുണ്ട്, ദൈവം ഈ ക്ലാസ് കഴിയുമ്പോൾ സാറിന് ഇനിയും റെഗുലറായിട്ട് ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് ക്ലാസ് എടുക്കാൻ പോകേണ്ടതല്ലേ, എന്നിട്ട് സാർ ഇവിടെ ഇരിക്കണ്ടല്ലോ. ഇങ്ങനെ മടുക്കാതെ ക്ലാസ് എടുക്കുമ്പോൾ സാറിന്റെ ഒരു മനോഭാവത്തിലോ അല്ലെങ്കിൽ പറച്ചിലിലോ ഒന്നിലും ഒരു മടുപ്പ് കാണാറില്ല. അത് ആർക്കും എപ്പോഴും ഞാനുണ്ട് എന്നുള്ളത്. സാറ് വാങ്ങുന്ന ഫീസിനേക്കാളും ഒക്കെ എത്രയോ കൂടുതലാണ് സാറ് കൊടുക്കുന്നത്. അത് ചെയ്യുന്ന പ്രവൃത്തിയോട് കാണിക്കുന്ന ആ ഒരു ആത്മാർത്ഥത, അത് എന്തായാലും അത് എല്ലാവർക്കും മാതൃകയാക്കണം. എല്ലാവരും മാതൃകയാക്കണം എന്നാ പറഞ്ഞത്. നമ്മൾ എന്ത് കാര്യം ചെയ്യുവാണെങ്കിലും എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പറയാനുള്ളത്. സാറിന്റെ ക്ലാസ്സുകളൊക്കെ സൂപ്പറാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണല്ലോ എല്ലാവരും ഇത്ര ആത്മവിശ്വാസത്തോടു കൂടി അവനവന്റെ തൊഴിൽ ചെയ്യാനായിട്ടുള്ളൊരു ഇതിലേക്ക് എത്തിച്ചേർന്നത്. പക്ഷെ സാറിന്റെ ഈ ഒരു എല്ലാവർക്കും മാതൃകയാക്കാവുന്ന ഒരു രീതിയാണത്. സാറിന്റെ ഡ്രോബാക്സ് അധികം പറയാനില്ല. പിന്നെ ഈ പറയും പോലെ കുറച്ച് എടുത്ത ക്ലാസ് തന്നെ വീണ്ടും ആവർത്തിച്ചെടുക്കുമ്പോൾ നമുക്കിങ്ങനെ ഇത്തിരി ഒരു ലാഗിങ് ഒക്കെ പോലെ തോന്നും, കുറച്ച് നീണ്ടു പോകുന്ന പോലെയൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ തോന്നും. അതായത് തലേ ദിവസം പറഞ്ഞ കാര്യം ചിലപ്പം അത് പങ്കെടുക്കാൻ പറ്റാത്തവർക്ക് അത് ഉപകാരപ്രദമാവുകയും ചെയ്യും. എങ്കിലും പങ്കെടുത്തവർക്ക് ചിലപ്പം കാരണം HMs എന്നൊക്കെ പറയുമ്പോൾ സമയം അവർക്ക് വളരെ വിലപ്പെട്ട സമയമുള്ളവരാണ്. അപ്പൊ അങ്ങനെ ചിലർക്കെങ്കിലും അതൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടാവും. പറഞ്ഞത് ആവർത്തിച്ച് എന്നാ അത് ആവർത്തിച്ച് മനസ്സിൽ ഉറപ്പിക്കുമ്പോൾ പലർക്കും അത് നന്നായിട്ട് അനുഭവപ്പെടുകയും ചെയ്യുമായിരിക്കും. അപ്പൊ ഈ സമയത്തിന്റെ അത് സാർ ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ റെക്കോർഡ് നമുക്ക് വീണ്ടും കേൾക്കുമ്പോൾ അത് ചിലപ്പോൾ മനസ്സിലാവും. പിന്നെ ചോദിക്കാനാണ് സാറ്, റെക്കോർഡ് ക്ലാസ് കിട്ടുമ്പോൾ അതിനൊരു ടൈം ലിമിറ്റ് ഉണ്ടോ നമുക്ക്? അതായത് ഞങ്ങളൊക്കെ 1 ഇയറിലേക്കാണ് തരുന്നത്. കാരണം ഞങ്ങള് ഇപ്പൊ എച്ചമാകാത്തവരാണേ. അപ്പൊ ഞങ്ങൾക്ക് എച്ചമാകുമ്പോഴായിരിക്കും കൂടുതൽ സംശയങ്ങളൊക്കെ വരുന്നത്. അപ്പൊ സാറിന്റെ ക്ലാസ് കേൾക്കുമ്പോ നമ്മളെന്തായാലും ഈ ഗ്രൂപ്പിലുള്ളവര് ഈ ആരോഗ്യവും ഇതൊക്കെ നിൽക്കുന്ന കാലത്തോളം നമ്മളെ ഈ ഗ്രൂപ്പ് ഇങ്ങനെ ഓരോ പ്രാവശ്യം ഉണ്ടാവുന്ന എല്ലാവരെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഗ്രൂപ്പ് തുടരാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓരോ ആഴ്ച ഇപ്പം ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് പാസ്സായി, പിന്നെ നമ്മൾ ഈ കോഴ്സും കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ഓരോ ആഴ്ചയും നമ്മൾ അതാത് സമയത്തുള്ള കാര്യങ്ങളെ കുറിച്ച് 1 മണിക്കൂർ നമ്മളൊരു ഡിസ്കഷൻ. ജയ ടീച്ചറെ, സാറേ അപ്പൊ ഒന്നും പറയാനില്ല. സാറേ ഒന്നും പറയാനില്ല. ഇതുപോലും കാരണം സാധാരണ ക്ലാസ് എടുക്കുന്നപ്പം ഞാനൊക്കെ സാറിന്റെ ക്ലാസ്സിൽ ഈ മെയ് 22 മെയ്യിൽ ചേർന്നതിന് ശേഷം അടുത്ത ബാച്ചിൽ ഞാൻ എൻ്റെ അനിയത്തിയെ ചേർത്തു. അവളാണെങ്കിൽ HM ഒന്നും ഇപ്പൊ ആവണ്ട, റിലിംഗ്വിഷ് കൊടുക്കാന്ന് പറഞ്ഞിരുന്ന അവളാണ്. അവളിപ്പം കിട്ടിയ ഉടനെ തന്നെ പോകും. അത്ര ആത്മവിശ്വാസത്തിന്റെ ടോപ്പിലെത്തി നിൽക്കുകയാണ്. ഇനി സാറിന്റെ HM ക്ലാസ്സും കൂടി കഴിയുമ്പോൾ എങ്ങനെയാവും എന്നുള്ളത് അറിയില്ല. അവരുടെ ബാച്ച് ഇപ്പൊ ഉടനെ തുടങ്ങും. ശ്രീദേവി എൻ്റെ അനിയത്തിയാണ്. പിന്നെ ഞാൻ സാറിനെ എല്ലാ പ്രാവശ്യവും പരിചയമുള്ളവരെ കൊണ്ടൊക്കെ ഓരോ ബാച്ചിലും 2-3 പേരെയൊക്കെ സാറിന്റെ ക്ലാസ്സിൽ എൻ്റെ സ്കൂളിലുള്ളവരെയും പരിചയക്കാരെയൊക്കെ അങ്ങനെ ചേർക്കാറുണ്ട്.
അപ്പൊ വേറെ ക്ലാസ്സുകൾ കൊടുക്കുന്നവരും ഉണ്ട്, അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അവരെന്ന് പറഞ്ഞൊരു തൊഴിലെന്നുള്ള നിലയ്ക്ക് മാത്രമാണ് അത് ചെയ്യുന്നത്. കാരണം വാങ്ങുന്ന ഫീസിനുള്ള എത്ര പഠിപ്പിക്കണോ അത്രയും പറയണു, പഠിപ്പിച്ചു കൊടുക്കണം, അത്രേ ഉള്ളൂ. സാറ് അങ്ങനെയല്ല, അതിനപ്പുറത്തേക്ക് ഒരു ലെവലിലാണ് പഠിപ്പിക്കുന്നത് എന്നുള്ള ഞങ്ങൾക്ക് അനുഭവം കൊണ്ട് മനസ്സിലാവുന്നുണ്ട്. അല്ലെങ്കിൽ സാറിന് ഇപ്പൊ ഈ ഇതുപോലെ തന്നെ ഇതിവിടെ തീരുന്നില്ല, നമുക്ക് വീണ്ടും നീട്ടിക്കൊണ്ട് പോകാം, സാറിന്റെ വിലപ്പെട്ട സമയമാണല്ലോ ഞങ്ങൾക്ക് വേണ്ടി വീണ്ടും 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 സാറ് ചെലവഴിക്കുന്നത്. അപ്പൊ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, അതെല്ലാവരും അതൊരു മാതൃകയാക്കേണ്ടത് തന്നെയാണ്. അപ്പൊ ഒത്തിരി നന്ദി സാറേ. താങ്ക് യു. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. ഇപ്പൊ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ വളരെ നല്ല ക്ലാസ് ആയിരുന്നു മാഷിന്റെ. ഞാനിപ്പോ ശരിക്ക് HM ആയിട്ടൊന്നുമില്ല, പക്ഷെ മാഷിന്റെ ആ ഒരു ക്ലാസ് കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു HM ആയിട്ട് ചാർജ് എടുക്കണം എന്നുള്ള മോഹം കൂടിപ്പോയി. അതാണ് ഇപ്പോഴത്തെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ആത്മവിശ്വാസം നൽകുന്ന തരത്തിലാണ് മാഷിന്റെ ക്ലാസ് കേട്ടിട്ടുള്ളത്. ഒരു ക്ലാസ് ഒഴികെ ബാക്കി എല്ലാറ്റിലും പങ്കെടുത്തിരുന്നു. പക്ഷെ ഞാൻ ജൂലൈയിലാണ് ഞാൻ ആ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോഴാണ് എനിക്ക് ഈ ലിങ്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പൊ ഞാൻ വേഗം കയറി. കഴിഞ്ഞ വർഷം എനിക്ക് തോന്നിയതിനേക്കാൾ എത്രയോ ഒരു സംതൃപ്തി ഉണ്ട് ഈ ക്ലാസ് കിട്ടിയപ്പോൾ. പക്ഷെ എല്ലാ ദിവസവും വരുന്ന ക്ലാസ്സുകൾ മുഴുവൻ നമുക്കതൊന്ന് റിവൈസ് ചെയ്ത് ചെയ്യാനുള്ള ഒരു സമയം കിട്ടണില്ല, സ്കൂളിലെ വർക്കും ഇതും കാരണം. അപ്പൊ അതൊന്ന് ഞാൻ ആ റെക്കോർഡഡ് ക്ലാസ് കേൾക്കാറുണ്ട്, കേട്ട് ഞാൻ അതൊക്കെ കൃത്യമായിട്ട് നോട്ട്സ് ആയിട്ട് എഴുതി വെക്കാറുണ്ട്. ഇനി അതൊന്ന് പരിശീലിക്കണം എന്നുള്ളത് സംശയമില്ല. അതായത് പ്രാക്ടിക്കലായിട്ട് നമ്മളതൊന്ന് ചെയ്തു കൊണ്ടുവരണം, അങ്ങനെ ഒരു ആശ ഉണ്ട്. അപ്പോ ഞാൻ അതാ അന്ന് മാഷോട് പറഞ്ഞത്, ഞങ്ങൾക്ക് തുടർന്നു. കാരണം HM ആവാത്തത് കൊണ്ട് സ്കൂളിൽ നിന്നും നമുക്ക് വേണ്ടത്ര ഒരു ഹെൽപ്പ് കിട്ടണില്ല, നമ്മളതിലൊന്നും ഇൻവോൾവ് ചെയ്യിക്കണില്ല. അപ്പൊ അതാണ് ഇൻവോൾവ് ചെയ്യിക്കണില്ല. അപ്പൊ ഞാൻ അങ്ങോട്ട് കയറി കുറേശ്ശെ ഹെഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് പൂർണ്ണമാവണമെങ്കിൽ ഒരു പ്രാവശ്യം കൂടി കയറുമ്പോഴേ എന്തായാലും പൂർണ്ണമാവുള്ളൂ, അപ്പോഴേ എനിക്ക് ചെയ്യാറാവുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനിയും പിന്നെ മാഷക്ക് അറിയാലോ, ഞാൻ മാഷോട് നേരിട്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ, അവിടെ ഒരു ചെറിയ പ്രശ്നമില്ലാതെ 4500 കുട്ടികളുള്ള ഒരു സ്കൂളാണ്, 124 അധ്യാപകരുണ്ട്, അത്രയും വലിയൊരു സ്കൂളാണ്. പക്ഷെ ഇപ്പൊ മാഷ് പറഞ്ഞു തന്ന കാര്യങ്ങൾക്കനുസരിച്ച് അതായത് എനിക്ക് ഇടപെടാൻ പറ്റുന്ന ഭാഗങ്ങളിലൊക്കെ ഞാൻ പരമാവധി ഇടപെടാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ മാഷിന്റെ ഒരു സാന്നിധ്യം എന്നും ഉണ്ടാവും എന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് ഇപ്പൊ ബലമായിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ അത് തുടർന്ന് ഉണ്ടാവണം എന്നുള്ളത് മാഷോട് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. നല്ലൊരു ധൈര്യം. അപ്പൊ എല്ലാവരും പറഞ്ഞു, ഈ പറഞ്ഞ എല്ലാവരും പറഞ്ഞു മാഷിന്റെ ആ ഒരു സാന്നിധ്യം വളരെ ഉപകാരപ്രദമാണെന്ന്, അതിൽ സംശയമില്ല. അപ്പോൾ തുടർന്നും ഇനി ആ ക്ലാസ്സുകൾ കേൾക്കാനും അതേമാതിരി തന്നെ സംശയങ്ങൾ ചോദിക്കാനും മാഷ് ഒപ്പം ഉണ്ടാവും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പ്രശ്നങ്ങളിലൊക്കെ വരുമ്പോൾ ആ പ്രതിസന്ധി തീർക്കാൻ മാഷിന്റെ സഹായം എപ്പോഴും ഉണ്ടാവണം. മാഷിന് എല്ലാവിധ ഭാവുകങ്ങളും നൽകുന്നു. നന്ദി. താങ്ക് യു ടീച്ചർ. സാറിന് ആരോഗ്യത്തോടെയുള്ള ജീവിതം ആശംസിക്കുന്നു. ഇപ്പോൾ എല്ലാവരും പറഞ്ഞതിൻ്റെ കൂടെ ഞാനും കൂട്ടിച്ചേർക്കുന്നു. നമുക്ക് മറക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സാറായിട്ട് മാറിയിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ. ഏത് സമയം വിളിച്ചാലും നമുക്ക് ഉത്തരം കിട്ടുന്നുള്ള പ്രതീക്ഷയോടെ 1000 നന്ദി. നിർത്തുന്നു. സാറേ, എൻ്റെ പേര് റാണി. ഞാൻ ചെങ്ങന്നൂർ സബ് ജില്ലയാണ്. നേരത്തെ കൊല്ലം ജില്ലയിലെ ജെസി ടീച്ചർ പറഞ്ഞ പോലെ തന്നെ സാറിൻ്റെ ക്ലാസ്സിലൂടെയാണ് ഞങ്ങൾ HM ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പഠിച്ചത്. പ്രത്യേകിച്ച് ഒന്നും അറിയത്തില്ലായിരുന്നു. ഞാൻ സാറിൻ്റെ രണ്ടാമത്തെ ബാച്ചിലും കയറി, ആദ്യത്തെ ബാച്ചിലും കയറി, രണ്ടാമത്തെ ബാച്ചിലും കയറി. സാറിൻ്റെ നോട്ട്സ് ഒരു വലിയ ഡയറി കഴിഞ്ഞിട്ട് അടുത്ത ഡയറിയിലും ഞാൻ എഴുതിയിട്ടുണ്ട്. അത് വെച്ചാണ് ഇപ്പം ഞാൻ എല്ലാം ഒന്നും എഴുതാറില്ല, കാരണം കുറേയൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അത് വെച്ചാണ് ഞാൻ സ്കൂളിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ മറ്റുള്ളവർക്ക് സംശയം പറഞ്ഞു കൊടുക്കാനും ഇപ്പം എനിക്ക് പലപ്പോഴും സാധിക്കുന്നുണ്ട്. സ്പാർക്ക്, ബിംസ് എല്ലാം കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. വളരെ നന്ദി സാറേ, എല്ലാത്തിനും വളരെ നന്ദി. സാറിൻ്റെ ക്ലാസ്സുകൾ ഇനിയും കേൾക്കാൻ താല്പര്യമാണ്, അതുപോലെ ഉപകാരപ്രദമായിരുന്നു. സാറിന് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. താങ്ക് യു ടീച്ചർ. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. ഞാൻ ആലപ്പുഴ ജില്ലയിൽ നിന്നാണ്.
ശരിക്കും പറഞ്ഞാൽ എല്ലാത്തിലുപരി ഒരു കോൺഫിഡൻസ് തന്നതാണ് ഏറ്റവും വലിയൊരു ഇതായിട്ട് ഞാൻ കാണുന്നത്. ശരിക്കും എങ്ങനെ ഇത് ഏറ്റെടുക്കുമെന്നുള്ളൊരു ഇതിലിരിക്കുമ്പോഴാണ് ഏതോ ഒരു ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയൊരു ഇതാണ്. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും ആദ്യത്തെ മാസം തന്നെ ബില്ലെടുക്കാൻ കഴിഞ്ഞു എന്നത് ഏറ്റവും വലിയൊരു നേട്ടമായി തന്നെ കാണുന്നു. ഇനിയും ഒരുപാട് സാർ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു സാറിൽ നിന്നും എല്ലാവിധ ഇതും ഉണ്ടാവുമെന്ന്. അപ്പം തുടർന്ന് ഞങ്ങൾക്ക് എല്ലാവിധ സഹായങ്ങളും ഉണ്ടാവണം എന്നറിയിക്കുന്നു. നന്ദി സർ. താങ്ക് യു. ഗുഡ് ഈവനിങ് സാർ. ഞാൻ HM ആയിട്ടില്ല. പക്ഷെ എൻ്റെ സഹപ്രവർത്തകരുടെയൊക്കെ വാക്കുകൾ കേട്ട് ഏതോ ഒരു ബാലികേറ മലയായിട്ടാണ് ഞാൻ HM പോസ്റ്റിനെ കുറിച്ച് കരുതിയിരുന്നത്. സാറിൻ്റെ ക്ലാസ്സിൽ ഇന്ന് കിട്ടിയ ആത്മവിശ്വാസമാണ്. കഴിഞ്ഞ വർഷം CR വിളിച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട്. അടുത്ത വർഷം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷെ എൻ്റെതായ കാരണം കൊണ്ട് ചില ക്ലാസ്സുകളൊക്കെ എനിക്ക് മിസ്സായി. ഞാൻ ശരിയായിട്ട് ഹോംവർക്ക് ചെയ്തിട്ടില്ല. എങ്കിലും കിട്ടിയ ഭാഗങ്ങളൊക്കെ എനിക്ക് വളരെ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. തുടർന്നും എത്തുമ്പോൾ സാറിൻ്റെ സഹായം ഉണ്ടാകും എന്നുള്ള ഒരു ധൈര്യമാണ് മുന്നോട്ട് പോകാൻ കഴിയുന്നത്. അതിന് ഈശ്വരൻ എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും സാറിന് നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരുപാട് നന്ദി. താങ്ക് യു. ശ്രീദേവി സർ. HM ആകുന്നതിന് മുമ്പേ ഈ ക്ലാസ്സിൽ കയറേണ്ടിയിരുന്നു എന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് HM ആയി കഴിഞ്ഞിട്ട് ഞാനത് ഒരു മാസം എടുത്തപ്പോൾ തന്നെ എനിക്കത് വേണ്ട എന്ന് വെച്ചിട്ട് നിന്ന ഒരാളായിരുന്നു. അപ്പം എൻ്റെ സഹപ്രവർത്തകനായ കൊയിലാണ്ടിയിലുള്ളൊരു മാഷുണ്ട്, അദ്ദേഹമാണ് എനിക്ക് ഇതിൻ്റെ ലിങ്ക് തന്നത്. അപ്പം ഇതിൽ കയറിയപ്പോഴേ പിറ്റത്തെ മാസം തന്നെ ഞാൻ സ്പാർക്ക് സ്വന്തമായിട്ട് എടുക്കാൻ കഴിഞ്ഞു. സാറിന് തന്ന ആത്മവിശ്വാസം കൊണ്ട് മാത്രമാണത് കഴിഞ്ഞത്. പിന്നെ PF ഒന്നും തൊടില്ലായിരുന്നു. എൻ്റെ PSITC കൊണ്ടായിരുന്നു എല്ലാം ചെയ്തിരുന്നത്. എനിക്ക് പറ്റില്ല എന്നുള്ളൊരു തോന്നലായിരുന്നു. പിന്നെ ക്ലാസ്സിൽ വന്നപ്പോൾ PSITC എൻ്റെ തലക്ക് മേലെ കയറാൻ തുടങ്ങിയപ്പോൾ ഏതായാലും അവനെ നിലക്ക് നിർത്താൻ വേണ്ടി തന്നെ കൃത്യമായിട്ട് ഞാൻ 2 മണിക്കൂർ അങ്ങോട്ടും 2 മണിക്കൂർ ഇങ്ങോട്ടും യാത്ര ചെയ്തിട്ടാണ് വീട്ടിലെത്തല്. എന്നിരുന്നാലും ബസ്സിലിരുന്നാലും സാറിൻ്റെ ക്ലാസ് കേട്ട് അവനെ ഞാനിപ്പം ചുരുട്ടിക്കുട്ടി ഒരു മൂലക്ക് ഇട്ടിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാറിൻ്റെ ക്ലാസ് എനിക്ക് ആത്മവിശ്വാസം തന്നു. ഇപ്പൊ അദ്ദേഹം ഇങ്ങോട്ട് ചോദിക്കാം, ടീച്ചർ അത് ചെയ്യണോ? ഇങ്ങനെ ഒന്നും ചെയ്യണ്ട, ഞാൻ തന്നെ ചെയ്യുമെന്ന് പറയാനുള്ള ഒരു ശക്തി എനിക്ക് ഉണ്ടാക്കി തന്നത് ഈ ക്ലാസ് ആണ്. ഒരുപാട് നന്ദി. ഇനിയും സാറിൻ്റെ സഹായങ്ങൾ പ്രതീക്ഷിക്കുന്നു. സാറിൻ്റെ അടുത്ത് സഹായം കിട്ടുമെന്ന് 100% ഉറപ്പുണ്ട്. താങ്ക് യു സർ. വെരി ഗുഡ് ടീച്ചർ. വളരെ നല്ല കാര്യം. താങ്ക് യു ടീച്ചർ. സ്പാർക്കൊക്കെ തൊടുമ്പം കൈ വർക്കായിരുന്നു. സ്പാർക്കിലേക്ക് കടക്കുക എന്ന് പറയുമ്പോൾ എന്തോ ഒരു പ്രശ്നമായിരുന്നു. ഇപ്പം ഒരു പ്രശ്നങ്ങളില്ല. ഇപ്പം എനിക്ക് ഇതില്ലേ നമ്മുടെ ഡിജിറ്റൽ സിഗ്നേച്ചർ ഡിവൈസ് മാറ്റേണ്ടി വന്നു. ഇപ്പൊ ഞാനത് സ്വന്തമായിട്ട് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞു. അതിൽ എന്തോ ഒരു നേട്ടമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് സാറിന്റെ ക്ലാസ് കൊണ്ട് മാത്രമാണ്. അതിലുപരി നമ്മുടെ നൂൺമീൽ സാറില്ല, അബ്ദുറഹിമാൻ സാറ്, ആ സാറിന്റെ ക്ലാസ്സും സഭാ സാറിന്റെ ക്ലാസ്സും എല്ലാം ഒന്നിനൊന്ന് മെച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ സഭാഹമ്മ സാറിന്റെ ക്ലാസ് ഇങ്ങനെ എഴുതിയെടുത്തിട്ടാണ് സ്പാർക്കിന്റെ ഓരോ ഇത് ഞാൻ ചെയ്തിരുന്നത്. ആരോടും ചോദിച്ചിട്ടില്ല. ഇത് മാത്രം ക്ലാസ്സിന് കിട്ടിയ ആ നോട്ട് മാത്രമായിരുന്നു എൻ്റെ ഇത്. ഒരുപാട് നന്ദി എല്ലാവർക്കും. വളരെ വിഷമമുണ്ട്. എന്നും വൈകിട്ട് ഒരു 7:30 വളരെ ചിരിച്ച മുഖത്തോടെ സാറ് ഗുഡ് ഈവനിങ് എന്ന് പറഞ്ഞ് പ്രത്യക്ഷപ്പെടുന്നത്. ഞാൻ ഏതാണ്ട് 2022 ബാച്ചിലാണ് കയറിയത്. ഇവരെല്ലാം പറഞ്ഞതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് എൻ്റെ സർവീസ് ആരംഭിച്ചപ്പോൾ മുതൽ HM വരെ ആകുന്നതും ഈ സ്കൂളിൽ തന്നെ, എൻ്റെ അതേ സ്കൂളിൽ തന്നെ തുടരാൻ ഭാഗ്യം കിട്ടി. പല പ്രാവശ്യം ഫുൾ അഡീഷൻ ചാർജ് എടുക്കേണ്ടി വന്നതുകൊണ്ട് ചില റെക്കോർഡുകൾ എനിക്ക് പരിചയമായിരുന്നു. പക്ഷെ പല വിഷയങ്ങളും ഞാൻ കൊറോണയുടെ സമയത്താണ് HM ആയത്. പല വിഷയങ്ങളും എനിക്ക് ആ സമയത്ത് ഫേസ് ചെയ്യേണ്ടി വന്നു. ആദ്യമായി എനിക്കുണ്ടായ ഏറ്റവും വലിയ വിഷയം, ഒരു കുട്ടി 3ൽ പഠിക്കുമ്പോൾ അവൻ്റെ മൊത്തം പേര് മാറ്റാൻ ഒരു രക്ഷകർത്താവ് എന്നോട് വന്ന് വളരെ വളരെ മോശമായിട്ട് പറഞ്ഞു. അപ്പൊ ആ സമയത്ത് തന്നെയാണ് സാറ് ജനന സർട്ടിഫിക്കറ്റ് മറ്റു കാര്യങ്ങളൊക്കെ തിരുത്തുന്ന ക്ലാസ്. അതെനിക്ക് വളരെ പ്രയോജനപ്രദമായിരുന്നു. അന്ന് സാർ ഒരു
പ്രൊസീജിയർ ഒക്കെ തയ്യാറാക്കി ഗ്രൂപ്പിൽ ഇട്ട് തന്നു. അതിന്റെ ഫോട്ടോ കോപ്പി എടുത്ത് എനിക്കത് തയ്യാറാക്കി കൃത്യമായി അവന്റെ പേര് മാറ്റി ചെയ്യാൻ പറഞ്ഞു. ഈ ഗ്രൂപ്പിലെ പല അധ്യാപകരുമായിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. റാണി ടീച്ചറും ഒക്കെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്, സാറിനോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഈ ബർത്ത് സർട്ടിഫിക്കറ്റ് ചേഞ്ച് ചെയ്ത് വളരെ നല്ല രീതിയിൽ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റി. പിന്നെ സെബാൻ സാറിന്റെ ക്ലാസ്, അതും സാറും വളരെ ക്ഷമയോടെ എന്ത് ഞങ്ങൾ ചോദിച്ചാലും വളരെ ക്ഷമാപൂർവ്വം ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ട്. പിന്നെ ചാർജിലായിരുന്നെങ്കിൽ പോലും ഒരിക്കലും ഞങ്ങളുടെ എച്ച്എംമാരെ ന്യൂൺമേൽ സംബന്ധമായ ബുക്കുകൾ കാണിക്കത്തില്ല. ചാർജിലാണെങ്കിൽ നമ്മൾ ആ റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യണം, അതായത് കഞ്ഞിയുടെ അതിന്റെ കണക്കുകൾ ചെയ്യണം. പക്ഷെ ക്യാഷ് ബുക്കോ മറ്റു കാര്യങ്ങളോ നമുക്കറിയില്ലായിരുന്നു. അപ്പൊ അത് വളരെ ഭംഗിയായി ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ സർവീസ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ഒട്ടുമേ അറിയത്തില്ലായിരുന്നു. അത് എപ്പോഴും HMസിന്റെ കസ്റ്റഡിയിൽ ഇരിക്കുന്നതാണ്. അതിലും ഉപരി അത് നന്നായി ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ എനിക്കെല്ലാം പുതിയ ടീച്ചേഴ്സാണ് ഇപ്പം വന്നത്. അവരുടെയൊക്കെ സർവീസ് ബുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റി, നല്ല രീതിയിൽ അത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. പിന്നെ വേറൊരു വിഷയം എന്ന് പറഞ്ഞത്, എനിക്ക് HM ആയി കയറി കഴിഞ്ഞപ്പോൾ ഒരു ഡെയിലി വേജിനെ റിമൂവ് ചെയ്യേണ്ടി വന്നു. അവിടെയും ഒരു വിഷയം ഉണ്ടായിരുന്നു. അന്ന് സെബാൻ സാറിനോട് ചോദിച്ച് സെബാൻ സാർ പറഞ്ഞു തന്ന രീതിയിൽ ഫൈനാൻസുമായി ബന്ധപ്പെടാൻ സാധിച്ചു. അങ്ങനെ അത് കറക്റ്റ് ചെയ്യാൻ സാധിച്ചു. അങ്ങനെ ഈ ക്ലാസ് എനിക്ക് സാറിന്റെ ക്ലാസ്സിൽ കൂടെ കയറി വളരെ വളരെ നല്ല നല്ല അനുഭവങ്ങളാണ് ഉണ്ടായത്. സാറിനോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. സാറിന് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. തുടർന്നും ഞങ്ങളെ 1.5 വർഷത്തോളമായി സാറ് ഞങ്ങൾക്കും കൂടെ അവസരങ്ങൾ തന്ന്, ഞങ്ങൾക്കും ചില സംശയങ്ങൾ ഇതിനിടയ്ക്ക് ഉണ്ടാവുമല്ലോ, അത് പരിഹരിക്കാനും സന്തോഷത്തോടെ ഈ ചിരിക്കുന്ന മുഖം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കാണാൻ പറ്റുമല്ലോ. നന്ദി സാർ. ഇത്രയും നാളും ഞങ്ങൾക്ക് വളരെ പ്രയോജനപ്രദമായ പല കാര്യങ്ങളും കിട്ടി. താങ്ക് യു സാർ. സാറിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ജഗദീശ്വരൻ സാറിന് ആയുരാരോഗ്യ സൗഖ്യം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാഷേ നമസ്കാരം. HM ആയിട്ടില്ല, പക്ഷേ മാഷ ക്ലാസ് കഴിഞ്ഞപ്പോൾ HM ആയാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. പിന്നെ മാഷെക്കുറിച്ച് പറയുകയാണെങ്കിൽ മാഷയുടെ ക്ഷമ, നമ്മളിപ്പോൾ ക്ലാസ് എടുക്കുന്ന സമയത്തും ഓരോരുത്തരും ചോദിച്ചാലും അതിനുള്ളത് പറയാനും ക്ലാസ് എടുത്ത് കഴിഞ്ഞിട്ട് സംശയം പറയാനും ഒക്കെ മാഷ് തയ്യാറായിരുന്നു. പിന്നെ ഒരു അധ്യാപകൻ എങ്ങനെ ആയിരിക്കണം എന്നതിൻ്റെ ഉത്തമ മാതൃക തന്നെയാണ് മാഷ്. അപ്പം ക്ലാസ്സിനെ കുറിച്ച് ഇനി ഒന്നും ഞാൻ പറയുന്നില്ല. അതിൻ്റെ കൂടെ സബാ സാറിൻ്റെ ക്ലാസ്സും പിന്നെ സലീം മാഷിൻ്റെ ഒരു മോട്ടിവേഷൻ ക്ലാസ്സും ഞങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഒരുപാട് സഹായ സഹകരണങ്ങൾ മാഷിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട്, ഉണ്ടാവും എന്നറിയാം. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. ഞാൻ സാറിന്റെ ക്ലാസ്സിൽ എല്ലാ ക്ലാസ്സിലും ഓൾമോസ്റ്റ് പറ്റുന്നതിലെല്ലാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഞാൻ ഫസ്റ്റ് അപ്പോയിന്റ്മെന്റ് 21-ലാണ് കിട്ടുന്നത്. ഒന്നും അറിയാത്തൊരവസ്ഥയിൽ ശരിക്കും പകച്ചു നിന്നുപോയൊരു അവസ്ഥയായിരുന്നു. അതിൽ നിന്ന് എനിക്ക് കുറച്ച് ധൈര്യം കിട്ടിയത് സാറിന്റെ ക്ലാസ്സുകൾ കേട്ടുകൊണ്ടാണ്. വളരെ കൃത്യമായ മറുപടി, അതുപോലെ അതും കൃത്യമായ നിയമത്തിന്റെ പിൻബലത്തിലുള്ള മറുപടികളാണ് സാറിന്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും സംശയം ചോദിച്ചാൽ കിട്ടുക. അതുപോലെ തന്നെ സാറ് വളരെ ക്ഷമയോടുകൂടി നമ്മൾ പറയുന്നത് കേൾക്കാനും അറിവിന്റെ അടിത്തറയിൽ കൃത്യമായ മറുപടികൾ തരാനും ശ്രദ്ധിച്ചു. വളരെ നല്ലൊരു പേഴ്സണാലിറ്റി, വളരെ ഉപകാരം സർ. സാറിന് എല്ലാവിധ ആയുരാരോഗ്യങ്ങളും നേരുന്നുണ്ട്. താങ്ക് യു. സാറിന്റെ ക്ലാസ് വളരെ നന്നായിരുന്നു. ഞാൻ HM ആയിട്ടില്ല, ആവാൻ പോകുന്നേ ഉള്ളൂ. എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു, പക്ഷെ സാറിന്റെ ക്ലാസ് കേട്ടപ്പോൾ അയാൾ കൊള്ളാമെന്നൊരു തോന്നൽ വന്നിട്ടുണ്ട്. എങ്കിലും എല്ലാ ക്ലാസ്സും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു സാറേ. അപ്പൊ ഇനി വീണ്ടും സാറിന്റെ ക്ലാസ് കിട്ടാൻ HMസിന്റെ ആ ക്ലാസ്സിൽ ചേർന്നാൽ മതിയാവില്ലേ സാറേ? തീർച്ചയായിട്ടും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. പിന്നെ സാർ റെക്കോർഡഡ് ക്ലാസ് കിട്ടാൻ എന്ത് ചെയ്യണം സാർ? അതെന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ അടുത്ത ദിവസം തന്നെ ഗ്രൂപ്പിൽ ഇടാൻ പറയാം. ശരി ശരി സാർ.
സാറപ്പുള്ള ഒരു ധൈര്യമുണ്ട്. ഇപ്പൊ എന്ത് സംശയം വന്നാലും സാറോട് ചോദിക്കാം എന്നൊരു ഒരു മനസ്സിനൊരു ധൈര്യം ഉള്ളത് കാരണം എന്തായാലും എടുക്കാം ചാർജ് എന്നൊരു തോന്നൽ വന്നിട്ടുണ്ട്. അതിന് സാറിന് എല്ലാവിധ ആയുസ്സും ആരോഗ്യവും ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു സാർ. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. സർ, യൂസുഫ് സാർ നമസ്കാരം. ടീച്ചറെ, അതെ, സാറിന് നല്ല ഓർമ്മ. എറണാകുളം സബ് ജില്ലയിൽ നിന്ന് സാറിന് ഓർമ്മ വന്നല്ലേ? അപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ സാറിന്റെ ക്ലാസ്സുകളെ കുറിച്ച് ഒരു എല്ലാവരും പറഞ്ഞ അത് തന്നെ, അതിനും അപ്പുറത്തേ ഉള്ളൂ. പക്ഷെ എനിക്ക് അതിനേക്കാൾ കൂടുതൽ പറയാനുള്ള ഒരു HM ആയിട്ട് വന്നിട്ട് 3-ാമത്തെ വർഷത്തില് ഒരു വലിയൊരു വിഷയത്തിലൂടെ മാനേജ്മെന്റുമായി വന്നപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം എന്നറിയാതെ വന്നപ്പോൾ ഞാൻ ഈ ക്ലാസ്സിൽ സാറിന്റെ ക്ലാസ് എനിക്ക് കിട്ടിയത് ഒരു ഗ്രൂപ്പിൽ HM ഗ്രൂപ്പിൽ ഇങ്ങനെ ഒരു ലിങ്ക് വന്നപ്പോൾ അത് കണ്ടിട്ടാണ് ഞാൻ ഇതിനകത്തോട്ട് ഈ ലിങ്ക് വഴി ജോയിൻ ചെയ്ത് മെയില്. അപ്പൊ എല്ലാ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ചില ദിവസം എനിക്ക് 7 മണിയാണോ അല്ല 7:30 ആണോ, അപ്പൊ ആ ഒരു സമയം കൃത്യമായിട്ട് ചില ദിവസം മാറി വരുമ്പോൾ അങ്ങനെ ചില ദിവസങ്ങളിൽ 7:30 ആണെന്ന് വിചാരിച്ചു അപ്പൊ നോക്കുമ്പോ ഇല്ല, അപ്പൊ ചിലപ്പോ ഉണ്ടാവോ, അപ്പൊ ആ 8:30 അങ്ങനെ ചില ദിവസങ്ങളിൽ ക്ലാസ് മിസ്സായിട്ടേ ഉള്ളൂ. അല്ലാതെ എല്ലാ ക്ലാസ്സുകളിലും സാറിന്റെ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യും എന്നുള്ള ആ ഒരു വിഷമഘട്ടത്തിലൂടെ പോയപ്പോൾ പെട്ടെന്ന് സാറിനെ ഓർത്ത് സാറിനെ ഈ എന്റെ വിഷമം അറിയിച്ചപ്പോൾ എനിക്ക് തോന്നുന്നത് സാർ ഏതൊരു പ്രശ്നം വന്നാലും നമ്മുടെ ഒപ്പം കൂടെ തന്നെ നിന്ന് നമുക്ക് കൃത്യമായ മറുപടി തന്നതുകൊണ്ട് ആ ഒരു വിഷമഘട്ടം സാർ ഇപ്പൊ ഒരു കുഴപ്പമില്ലാതെ ആ ഒരു മറുപടിയിലൂടെ ഒരു കുഴപ്പമില്ലാതെ പോകുന്നു. അപ്പൊ സാറിന്റെ ക്ലാസ് മാത്രമല്ല, സാർ നമുക്ക് തരുന്ന ആ ഒരു സപ്പോർട്ട് വളരെ വിലപ്പെട്ടതാണ്. അപ്പൊ അതിന് സാറിനോട് എന്നും ഒരു നന്ദിയും സ്നേഹവും എല്ലാം ഉണ്ട്. സാറിന് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും സന്തോഷവും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സർ. മാനേജർ കുഴപ്പമൊന്നും ഉണ്ടാക്കുന്നില്ലല്ലോ? ഇല്ല, ആ ഒരു മറുപടിയിൽ ഓക്കെ ആയി സാറേ. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു. സർ, കോട്ടൂർ AP-യിലെ ഷൈൻ ടീച്ചറാണ്. HM ആയിട്ടില്ല. അപ്പം ഒരുപാട് ഒരു കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. ഇപ്പം കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. അതിലേറെ സന്തോഷമുണ്ട്. സാറിന്റെ ക്ലാസ് എല്ലാം തന്നെ വളരെയധികം സൂപ്പറാണ്. അത്രയും സൂപ്പറാണ്. ഞങ്ങൾക്കൊക്കെ വളരെയധികം മോട്ടിവേഷൻ തരുന്ന രീതിയിലുള്ളതാണ്. HM പോസ്റ്റ് വരുന്നുണ്ട്, അപ്പൊ എടുക്കണ്ടോ എന്നുള്ളൊരു സംശയത്തിൽ ഒന്നായിരുന്നു. എന്തായാലും ഒരു കൈ നോക്കാന്നുള്ളൊരു ചിന്ത മനസ്സിലേക്ക് വന്നിട്ടുണ്ട്. എന്തായാലും അത്രയധികം ആത്മവിശ്വാസം നൽകുന്ന രീതിയിലുള്ള ഒരു ക്ലാസ്സുകൾ തന്നെയാണ്. പിന്നെ എന്തായാലും എല്ലാവിധ ആശംസകളും. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. മാത്രമല്ല സാർ വളരെ ഏത് കെട്ടിക്കിടഞ്ഞ പ്രശ്നമാണെങ്കിലും അത് പരിഹരിക്കുന്നതിനുള്ള എളുപ്പ വഴികൾ സാറിന്റെ ക്ലാസ്സിൽ നമുക്ക് സ്വായത്തമാക്കാൻ സാധിച്ചു. പിന്നെ ഈ ഗ്രൂപ്പിൽ നമുക്ക് ഒരുപാട് ആളുകളെ പരിചയപ്പെടാൻ കഴിഞ്ഞു. കേരളത്തിന്റെ അങ്ങേ തെറ്റം മുതൽ തെക്ക് വരെയുള്ള എല്ലാ ആളുകളെയും നമുക്ക് പരിചയപ്പെടാൻ സാധിച്ചു. അതൊരു വലിയൊരു ഉപകാരമാണ്. നമുക്കറിയുന്നതനുസരിച്ച് ഗ്രൂപ്പിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമ്മൾ സഹായം ചെയ്യാറുണ്ട്. അത് വീണ്ടും തുടരും. ഏതായാലും സാറിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ ക്ലാസ്സിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. താങ്ക് യു സർ. വളരെയധികം നന്ദി അറിയിക്കുകയാണ് സാറിനും സാറിന്റെ ഫാക്കൽറ്റി. സാറിന്റെ ക്ലാസ്സാണ് ഏറ്റവും മികച്ചത്. അതിനുശേഷം നമ്മുടെ സലീം സാറിന്റെയും ആണ്. ഞാൻ ഹെഡ് മാഷായിട്ടൊരു 5-ാമത്തെ വർഷമാണ്. എങ്കിൽ പോലും സാറിന്റെ ക്ലാസ് ആദ്യം വെറുതെ ഒന്ന് കയറിയേക്കാന്ന് വെച്ചതാണ്. പക്ഷെ കയറിയപ്പോൾ മനസ്സിലായി നമ്മൾക്കൊന്നും അറിയില്ല. സാറിന്റെ ഓരോ ക്ലാസ്സും നമുക്ക് വലിയൊരു അനുഗ്രഹമായിരുന്നു. വളരെ നന്ദിയുണ്ട്. പിന്നെ ആ സലീം സാറിൻ്റെയൊക്കെ ക്ലാസ് ഒരു മോട്ടിവേഷൻ, അത് ഇതിൻ്റെ ഇടയിൽ അങ്ങനെ കയറ്റി തന്നത് വളരെ വളരെ ഉപകാരപ്രദമായിരുന്നു. അതുപോലെ സാറിൻ്റെ എല്ലാ ഫാക്കൽറ്റി, സാർ സബാബ്, അതുപോലെ ആ പ്രഭാകരൻ സാറിൻ്റെ തമാശകൾ, അദ്ദേഹം പ്രഭാകരൻ സാറിനാന്ന് തോന്നുന്നു, നല്ല തമാശകൾ എന്നൊരു ക്ലാസ്സും ഒക്കെ വളരെ ഉപകാരപ്രദമായിരുന്നു. പിന്നെ നമ്മളെ തിരക്കിൻ്റെ ഇടയിൽ സാറ് ചിലപ്പം ക്ലാസ് ഇന്നില്ല എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ സന്തോഷം തോന്നും. കാരണം അറിയോ, ആ ദിവസമായിരിക്കും എന്തെങ്കിലും ഒരു ഇത്. കാരണം ഞങ്ങൾ മനസ്സറിഞ്ഞിട്ട് സാറ് ക്ലാസ് നിർത്തിയ പോലെയൊക്കെയാണ് തോന്നുന്നത് തിരക്കുള്ള സമയത്ത്. എല്ലാ അർത്ഥത്തിലും വളരെ നല്ലൊരു ക്ലാസ്സും സാറിനെ ഞാൻ കാസർഗോഡാണ്, കാസർഗോഡേക്ക് വിളിക്കണം എന്നൊക്കെ എപ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട്. HMസിൻ്റെ ഒരു ക്ലാസ് സാറിനെ കിട്ടുമെന്ന് അറിയില്ല. എങ്കിൽ പോലും എന്നാലും വളരെ നന്ദിയുണ്ട്. കഴിഞ്ഞ 2022 ഡിസംബർ മാസമാണ് ഞാൻ ചേർന്നതിൽ. ഒരു വർഷം പൂർണ്ണമായും ചില ദിവസങ്ങളിൽ ക്ലാസ് കയറാൻ പറ്റിയില്ല, എങ്കിലും നല്ല രീതിയിൽ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റി.
വളരെ സന്തോഷം. നന്ദി. ശരി സർ. ഓക്കെ. ഓക്കെ, അപ്പം അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നിങ്ങളുടെ നല്ല വാക്കിനും നിർദ്ദേശങ്ങൾക്കൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു സർ. ഓക്കേ.
ഓക്കെ താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു.